കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക് ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ കർത്താവ് നമുക്ക് നല്ലൊരു അവസരം തന്നു. ഇന്നത്തെ ഈ യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത കർത്താവിന്റെ ദാസൻ, മറ്റ് PYPA ബാംഗ്ലൂർ സൗത്ത് സെന്റർ PYPA ഭാരവാഹികൾ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, PYP മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് എല്ലാവരെയും നേരിട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജിത്തു ജെയിംസ്, ട്രഷററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജിത്തു ജെയിംസ്, അദ്ദേഹം എറണാകുളത്തായിരുന്നപ്പോൾ എൻ്റെ ചർച്ചിൽ കുറേ അധികം നാളുകൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ചർച്ചിലായിരുന്നു ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. മറ്റുള്ള ആർക്കെങ്കിലും എന്നെ നേരിട്ട് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ക്രിസ്തുവിൽ നമ്മൾ ഒന്നായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ കുറച്ച് പരിമിതികളൊക്കെ നമ്മുടെ ശുശ്രൂഷയിലും വചനധ്യാനത്തിലൊക്കെ നമുക്ക് ഉണ്ടാവാം. എന്നാലും നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കേവലം ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ലോഗിൻ ചെയ്തിട്ടിരിക്കുന്ന ആ രീതിയിലാവാതെ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണേ എന്നുള്ള ആ ഒരു അതിതീവ്ര ആഗ്രഹത്തോടുകൂടെ നമുക്കിത് രാത്രി ആയിരിക്കാം. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകം എടുക്കുന്നത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് അത് ഏറ്റവും പ്രയോജനമാണ്. എനിക്ക് അറിഞ്ഞുകൂടെ, ചിലപ്പോൾ ചിലർ യാത്രകളിലായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് വേദ പുസ്തകവുമായിട്ട് ഇരിക്കാൻ പറ്റിയ സാഹചര്യമായിരിക്കില്ല. എങ്കിലും ദൈവവചനവുമായിട്ട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ സാധിക്കുന്ന എല്ലാവരും അതേ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങൾ ആയിരിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മുഖവരകളൊന്നും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ തീം നമ്മളെല്ലാവരും അത് നല്ല പരിചയമായിട്ടുണ്ട്. ഗോഡ്ഫിഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ തീം. ആ ഒരു വാക്ക് നമ്മൾ എടുത്തത് ഗോഡ്ഫിഡൻസ്. അത്ര വലിയ പരിചയമില്ലാത്തൊരു പദമായിട്ട് നമുക്കത് തോന്നാം. അതിൻ്റെ ഒരു വിശദീകരണം കൂടെ ടാഗ് ലൈൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. റീപ്ലേസിങ് സെൽഫ് കോൺഫിഡൻസ് വിത്ത് കോൺഫിഡൻസ് ഇൻ ഗോഡ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എറണാകുളത്ത് IPCയിൽ അങ്കമാലി സെന്ററിൽ പാലാരിവട്ടത്തുള്ള ചർച്ചിന്റെ ശുശ്രൂഷകനും കൂടെയാണ്. ബാക്കി എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫിന്നി ബ്രദർ എല്ലാം നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിലും കൂടെ കുറച്ച് ചില കാര്യങ്ങൾ യൗവനക്കാരായ നിങ്ങളോട് പറയണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ 2 വേർഡ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ഗോഡ്ഫിഡൻസും ഉണ്ട്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഈ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള വാക്ക് നമുക്കൊക്കെ നല്ല പരിചയമാണ്. ചില ആളുകൾക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ് സെൽഫ് കോൺഫിഡൻസ്. ആരും ഇല്ലാത്തപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം മുറിയിലും നമ്മൾ മാത്രമായിരിക്കുമ്പോൾ എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഒക്കെയാണ്. പക്ഷെ ചില ആളുകൾക്ക് അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ സോഷ്യൽ ആങ്സൈറ്റി ഭയങ്കരമായിട്ടുള്ള ചില ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്ലാസ് ഞാൻ നയിക്കുമ്പോൾ എത്ര പേർ അങ്ങനെയുള്ളവരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ആളുകൾക്ക് ഈ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അവരുടെ കഴിവുകളെ കുറിച്ച്, അവർക്ക് ദൈവം കൊടുത്ത താലന്തുകളെ കുറിച്ച്, അവർക്ക് കൊടുത്ത അവസരങ്ങളെ കുറിച്ച് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. 4 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നട്ടല് വിറച്ച് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ചിലപ്പം നമ്മൾ ഇത്രയും പേരൊക്കെ ഉള്ളതല്ലേ, ഇതിനകത്ത് കുറച്ചു പേർക്കെങ്കിലും അവരുടെ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അവരെ പലപ്പോഴും, അത് ആത്മീക മേഖലയിൽ മാത്രമല്ല, ജോലി സ്ഥലത്തും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അത് കൃത്യമായിട്ട് ചില ആളുകളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, അപാരമായിട്ടുള്ള കോൺഫിഡൻസ് ഉള്ളവരാ. ഒന്നിനും പേടിയൊന്നുമില്ല, ആരെയും പേടിയില്ല, ഒരു സാഹചര്യത്തെയും പേടിയില്ല, ഭയങ്കര അപാര ധൈര്യം കാണിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണല്ലോ ഈ കോൺഫിഡൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്കൊക്കെ ആത്മവിശ്വാസം നന്നായിട്ട് വേണം. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പ്രാപ്തി ഉണ്ടെങ്കിലും, നമുക്ക് എത്ര ഭാഷാ സ്വാധീനം ഉണ്ടെങ്കിലും, എത്ര സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഈ ആത്മവിശ്വാസം ഇല്ലാതെ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ കോൺഫിഡൻസ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഒരു ആത്മീയ ഗോളത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. പലപ്പോഴും ഈ ജീവിതത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചവരും തോറ്റുപോയിട്ടുണ്ട്. ഈ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് മാത്രം ജീവിതമൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലരും ലൈഫ് കോച്ചിങ് ഒക്കെ പങ്കെടുത്തൊക്കെ അവരൊക്കെ വിജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അമിതമായിട്ട് ആത്മവിശ്വാസം കാണിച്ച് ആപത്തിൽപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാം. അവരവരുടെ ആത്മവിശ്വാസത്തിൽ ആശ്രയിച്ചു പോയിട്ട് ഒടുവിൽ ജീവിതം വിജയിക്കാതെ പരാജയപ്പെട്ടു പോയവരെയും എനിക്കറിയാം.
പക്ഷേ ഞാൻ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു തരാം. അവർക്ക് പ്രാരംഭത്തിൽ അവരെക്കുറിച്ച് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അവരെ കുറിച്ച് വലിയ മതിപ്പും ഇല്ലായിരുന്നു. അവരോർത്തു അവർ കഴിവില്ലാത്തവരാണ്, അവർ കുറഞ്ഞവരാണ്, അവർ എളിയവരാണെന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബയോഡാറ്റയിലും അവരുടെ ബാക്ക്ഗ്രൗണ്ടിലും ഒന്നും അവർക്ക് ഒരുപാട് കാര്യം പ്രശംസിക്കാനും ഇല്ലായിരുന്നു. പക്ഷേ ലോകത്തിലെ മറ്റ് ജ്ഞാനികൾക്കോ ഈ ലോകപ്രകാരം ഉന്നതരായവർക്കൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അതാണ് ഗോഡ്ഫിഡൻസ്. അവരുടെ കോൺഫിഡൻസിലല്ല അവർ ആശ്രയിച്ചത്, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ തീം. എങ്ങനെയാ സെന്റൻസ് പറഞ്ഞത്? റീപ്ലേസിംഗ് സെൽഫ് കോൺഫിഡൻസ് വിത്ത് കോൺഫിഡൻസ് ഇൻ ഗോഡ് എന്ന്. അപ്പം ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് കാര്യം നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. നേരത്തെ കർത്താവിന്റെ ദാസൻ മുഖവരയായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് കൃത്യമായിട്ടും ഈ ജനറേഷൻ വരുന്ന മാറ്റം എന്താണെന്ന് വളരെ നന്നായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ പൊതുവെ കാണുന്ന, ഈ പുറമേ കാണുന്ന ആൾക്കാരല്ലല്ലോ. ക്യാമ്പസുകളിലേക്കൊക്കെ വരുമ്പോഴാണ് ഇന്നത്തെ ഈ യൗവനക്കാരുടെയും ഈ ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. അത് നമ്മുടെ ആത്മീയ കോണത്തിലും ബാധിച്ചിട്ടുണ്ട്, അത് കുടുംബങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഇതുപോലുള്ള PVP പോലുള്ള പ്രവർത്തനങ്ങളിലും അതിന്റെ സ്വാധീനങ്ങളും മൂലച്യുതികളും നമ്മൾ പലയിടത്തും കണ്ടുവരാറുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി സാക്ഷികളായിട്ട് നിൽക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടം ആളുകളെ ബാംഗ്ലൂർ സൗത്ത് സെന്ററിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചല്ലോ. ഞാൻ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാം, ഈ ജനറേഷനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. തലമുറകളെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വന്നിട്ടാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരെ മൊത്തത്തിൽ എന്താ പറയുന്നത്? ജെൻസി കുട്ടികൾ എന്നാ പറയുക. നമുക്കറിയാം ജനറേഷൻ സി, ജെൻസി. ആരെപ്പോ പറഞ്ഞാലും കേൾക്കാൻ ജെൻസി ആണ്. ഈ ഇടയ്ക്ക് നേപ്പാള് അവർ പാർലമെന്റ് ഒക്കെ കത്തിച്ചു, പേപ്പറുകാർ എഴുതി വെച്ചു ജെൻസി കുട്ടികളാണ് കത്തിച്ചതെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ PYPLM മെമ്പേഴ്സിൽ ഏകദേശം പകുതി ഭാഗത്തോളം ഈ ജെൻസി കുട്ടികളാവാൻ സാധ്യതയുണ്ട്. ഈ ജെൻസി എന്താണെന്ന് കുറെ പേർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ജെൻസി ആണോ, ജെൻ വൈ ആണോ, ജെൻ എക്സ് ആണോ എന്നൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതല്ലേ? അപ്പൊ ഈ ഏത് ജനറേഷനിലാണ് കിടക്കുന്നതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവാൻ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം ഒരു മുഖവരയായിട്ട്. ഈ 1928 മുതൽ 1928 മുതൽ 1945 വരെ ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെ സൈലന്റ് ജനറേഷൻ എന്നാ പറയുന്നത്. അതിപ്പോ നമുക്ക് അത്ര ബാധകമല്ല. അന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടന്നൊരു കാലമായിരുന്നു. അപ്പൊ ഈ യുദ്ധവും യുദ്ധക്കെടുതിയുടെ ഇടയ്ക്കൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ നിശബ്ദരായി പോയ തലമുറയാണ്. പക്ഷെ അവർ ഭയങ്കര മൂല്യങ്ങളുള്ള തലമുറയായിരുന്നു അത്രേ. സൈലന്റ് ജനറേഷൻ എന്നാ പറയുന്നത്. അതിന്റെ കാലക്കണക്കൊന്നും അത്ര വലിയ പ്രസക്തമല്ലാത്തതുകൊണ്ട് അത് അധികം വിശദീകരിക്കുന്നില്ല. അതിനുശേഷം 1946 മുതൽ 1946 മുതൽ 1964 വരെ, 64 വരെ, 46 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആ പ്രായത്തിലുള്ളവരാരും ഉണ്ടാവാൻ സാധ്യത ഒരു പക്ഷെ കുറവാണ്. അവരെ നമ്മൾ വിളിക്കുന്നത് ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ബേബി ബൂമേഴ്സ്. എന്താ ബേബി ബൂമേഴ്സ്? അന്നൊരു വലിയ ബൂം നടന്നു. ഏതാ? ജനസംഖ്യയിൽ ഒരു ബൂം നടന്നു. ജനസംഖ്യ വിസ്ഫോടനം, വലിയ ഒരു വർധന ഉണ്ടായ ഒരു കാലഘട്ടം. അതും അവർക്കും അങ്ങനെ ഓർക്കാൻ വലിയ സുഖകരമായ കാലമൊന്നും ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉള്ള തലമുറയാ. അതിന്റെ കെടുതികളൊക്കെ നന്നായിട്ട് അവർ അനുഭവിച്ചിട്ടുണ്ട്. അതും അത്ര പ്രസക്തമല്ല. നമുക്ക് അടുത്ത തലമുറ നോക്കാം. ഈ ബേബി ബൂമേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു തലമുറയുണ്ട്. 1965 മുതൽ 1965 മുതൽ 1980 വരെ, 1980 വരെ. നിങ്ങളാരും നിങ്ങളുടെ പ്രായം പറയണ്ട. എനിക്ക് നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിയത്തില്ല. വീഡിയോയിൽ എനിക്ക് കുറച്ച് പേരെ കാണാൻ കഴിയത്തുള്ളൂ. എന്നാലും ഈ 1965 മുതൽ 80 വരെ അതിന്റെ ഇടയ്ക്ക് ജനിച്ചവരാ നിങ്ങളെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. ജെൻ എക്സ്. ഇവരാ ജെൻ എക്സ്. ഈ ജെൻ എക്സിന്റെ കാലം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ പോലെ ഈ അഡ്വാൻസ്ഡ് AI ഒന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് സാധാരണ ഇങ്ങനെ പറയുന്ന അന്നത്തെ യുവതലമുറയ്ക്ക് ആകെ വഴുതെറ്റി പോകണമെങ്കിൽ ഈ മീഡിയയുടെ ലോകത്ത് ആകെ ഉള്ളത് മ്യൂസിക് TV മാത്രമാണ്, MTV. അതൊക്കെ പ്രധാനമായിട്ടുള്ളൂ. അന്നത്തെ പിള്ളേരൊക്കെ ഈ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഈ MTV ഒക്കെ, അത്ര സങ്കേതങ്ങളൊക്കെ ഉള്ളൂ അവർക്ക്, സാധ്യതകൾ ഈ ജനറേഷൻ എക്സിന്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ അവരൊക്കെ പോയി ദൈവത്തെയൊക്കെ വിളിച്ചും അറിഞ്ഞ സത്യത്തിലൊക്കെ ഉറച്ചു നിന്നും കർത്താവിന് വേണ്ടി നിന്നും ഒക്കെ ആത്മീക തലമുറയും അന്ന് ധീരമായിട്ട് നിന്നൊരു കാലഘട്ടമാണ് ഈ ജെൻ എക്സ് ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ജനറേഷൻ ഉണ്ട്, ജെൻ വൈ. ജെൻ വൈ
ജനറേഷൻ വൈക്കാർ ചിലപ്പോൾ കുറച്ചുപേര് ഒരു തരത്തിൽ പറഞ്ഞ ഞാനടക്കം ഈ ജൻ വൈയിലേക്ക് വരും. അത് ഈ 1981 മുതൽ 96 വരെ, 1996 വരെ. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ആത്മീയ കൂട്ടത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങൾ ഏത് ഈ ജൻ വൈ ആണോ എക്സ് ആണോ എന്നൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. 80-നും 96-നും ഇടയ്ക്കാ ജനിച്ചതെങ്കിൽ ഞാൻ ജൻ വൈ ആണ്. അപ്പൊ ഈ ജൻ വൈക്കാരെ വിളിക്കുന്നൊരു പേരുണ്ട്, മില്ലേനിയൽസ് എന്നാ വിളിക്കുന്നത്. ഒരു നൂറ്റാണ്ട് മാറി അടുത്ത നൂറ്റാണ്ടിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരാ. നമ്മുടെ ഇന്ത്യയിൽ ജൻ വൈയുടെ കാലഘട്ടത്താണല്ലോ ഇന്റർനെറ്റ് ഒക്കെ വരികയും അവരുടെ ചെറുപ്പത്തിലൊന്നും ഇല്ലായിരുന്നു. അവര് പിന്നെ ഒരു 10ാം ക്ലാസ്സും അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴാ ഓർക്കുട്ടും ഫേസ്ബുക്കും പിന്നെ പയ്യെ പയ്യെ ഇൻസ്റ്റയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച തലമുറയാ ജൻ വൈ. ചിലപ്പം നമ്മുടെ PYPയുടെ ഭാരവാഹികൾ കുറെ പേരൊക്കെ ജൻ വൈയിലാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ശരി, എന്നാലും ജൻ വൈ മാത്രമല്ലല്ലോ, ജൻ വൈക്കാരും PYPയിൽ ഉണ്ട് കേട്ടോ. അടുത്തത് ജെൻസി ആണ്. ജെൻ സെഡ്, ജനറേഷൻ സി. ആരാ ജെൻസി? 1997 മുതൽ 2012 വരെ അതിന്റെ ഇടയ്ക്ക് ജനിച്ചവരാ ജെൻസി. ഈ 97 മുതൽ 2012 വരെ ഈ കാലഘട്ടത്തിനിടെ ജനിച്ച കുട്ടികളെയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കും പറയില്ല, ഇപ്പോഴത്തെ പിള്ളേര് ജെൻസി ആണ്, അവരോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അവർക്ക് ആത്മീയ ബോധങ്ങളില്ല. അത് കുറെയൊക്കെ പാസ്റ്റേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞ ചിലപ്പോൾ കുറെയൊക്കെ ശരിയായിരിക്കാം. കുറെയൊക്കെ ഈ ജീവിതത്തെ വിശാലമായിട്ട് കാണുക, അല്ലെങ്കിൽ കുറെയൊക്കെ ആധുനികവൽക്കരണത്തിന്റെ കാഴ്ചപ്പാടിൽ ആത്മീയതയും കൂടെ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ശരിക്കും ഈ ജെൻസി കുട്ടികൾ. അപ്പോ അവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഇത്തിരി പാടാ. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പൊ ജെൻസിക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ജൻ വൈക്കാരൊക്കെ ഈ ഡിജിറ്റൽ മൈഗ്രൻസാ. കാര്യം അവർ ജനിച്ചപ്പോൾ ഈ വലിയ ഡിജിറ്റലൈസേഷൻ ഒന്നും ഇല്ല. അന്ന് ഇന്റർനെറ്റ് പോലും ഇന്ത്യയിലൊക്കെ കാര്യമായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ ജെൻസി കുട്ടികൾ ജനിക്കുമ്പോൾ അങ്ങനെയല്ല. അവർ ഡിജിറ്റൽ മൈഗ്രൻസ് അല്ല, അവർ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ ജനിക്കുമ്പോൾ ഈ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അവർക്ക് വലിയൊരു പുതുമയായിട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒരു ആത്മീയ വ്യക്തിത്വത്തെ ഉറപ്പിച്ചു നിർത്താൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. ആ ഒരു സ്പിരിച്വൽ ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഈ ജെൻസിയിൽ മിക്കപ്പോഴും കാണുന്നുണ്ട്. അവരിൽ ആത്മീയ മൂലച്യുതി കാണുന്നുണ്ട്. അതേപോലെ തന്നെ തീവ്രമായിട്ട് നിൽക്കുന്ന ആളുകളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ജെൻസി അവിടെ നിൽക്കട്ടെ, PYPക്കാരൊക്കെ ജെൻസിയും ജൻ വൈ ആവാനാ സാധ്യത. ഇനിയുണ്ട് അടുത്തത്. സി കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ 2013 മുതൽ 2024 വരെ, ഇപ്പൊ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ അതിനകത്ത് വരും. ഈ PYPക്കാരും കുറച്ചു പേരൊക്കെ വരാം. 2013 മുതൽ 2024 വരെ ജനിച്ച കുട്ടികളെയാണ് ജെൻ ആൽഫ എന്ന് പറയും. ജനറേഷൻ ആൽഫ. അത് ജെൻസിയെക്കാട്ടും അഡ്വാൻസ്ഡ് മോഡലാണ് അവര് അതിലും വലിയ മാരക വേർഷനാണ്. അതായത് ജെൻസി ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ജെൻ ആൽഫ, നമ്മുടെ ഇന്നത്തെ ആത്മീയ കോളം കുറേയും കൂടെ നമ്മൾ PYP മെമ്പേഴ്സിനോടും ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത്, ഈ ജെൻ വൈനെ നേരിട്ടതുപോലെ ജെൻ എക്സിനെ കണ്ടതുപോലെ ഒന്നും ജെൻ ആൽഫയെ കാണരുത്. അവര് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഓരോ തലമുറ മാറി മാറി വരുന്തോറും വിവരം കൂടുവാണോ വിവരം കുറയുവാണോ? ഞാൻ ചോദ്യം വെറുതെ ചോദിച്ചു എന്നുള്ളൂ, നിങ്ങൾ ആ ഒരു ആൻസർ പറയണ്ട, സ്വന്തം മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി. വിവരം കൂടുക, ഓരോ ജനറേഷൻ കൂടുന്തോറും വിവരം കൂടുക. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്നെ കേൾക്കുന്ന കുറെ പേർക്ക് മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾക്കാണോ നിങ്ങളുടെ മക്കൾക്കാണോ വിവരം കൂടുതൽ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നിങ്ങൾക്കാണോ നിങ്ങളുടെ മക്കൾക്കാണോ വിവരം കൂടുതൽ? മക്കൾക്കാ, അതിനൊരു സംശയവും ഇല്ല. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മക്കാണോ നമ്മുടെ കാരണവന്മാർക്കാണോ വിവരം കൂടുതൽ? നമുക്കല്ലേ. അതെല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. നമ്മക്കാണോ നമ്മുടെ കാരണവന്മാർക്കാണോ വിവരം കൂടുതൽ? നമ്മക്കാ. അങ്ങനെയാണെങ്കിൽ എനിക്കാണോ എന്റെ കൊച്ചിനാണോ വിവരം കൂടുതൽ? എന്റെ കൊച്ചിനാ, അതിന് യാതൊരു സംശയവും ഇല്ല. എനിക്ക് ഭാര്യയും 2 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ എന്റെ 2 കുട്ടികളും ഈ ജെൻ ആൽഫയാ. ഈ 2013-നും ഈ 2024-നും ഇടയ്ക്ക് ജനിച്ച 2 കുട്ടികളുടെ പിതാവാ. അപ്പം ഈ ജെൻസി കുട്ടികളുടെ കാരണവന്മാർ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ജെൻ ആൽഫ കുട്ടികളെയൊക്കെ വളർത്തണമെങ്കിൽ അപാര ദൈവകൃപയും വല്ലാത്ത വെളിപ്പാടും കൂടെ വേണം. അത് 1-2 വ്യത്യാസം പറഞ്ഞു തരാം. ഭയങ്കര വിവരമാ. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, എന്റെ കൊച്ചിന് ഭയങ്കര ജീനിയസ് ആണെന്ന് തോന്നുന്നു, ഭയങ്കര വിവരമാണ്. ഞാൻ ചോദിച്ചു അതെന്താ? അവര് മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം, അൺഇൻസ്റ്റാൾ ചെയ്യാൻ അമ്മ വിചാരിച്ചിരിക്കുന്ന അവൻ നാസയിലെ സയന്റിസ്റ്റ് ആണെന്നാ. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല അമ്മേ,
ഈ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം അപാര ബുദ്ധിയാണ്. നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അവർക്കതിന്റെ സാങ്കേതിക വിദ്യകൾ അറിയാം. ഈ എന്റെ കൊച്ചു ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ മൂത്ത കൊച്ചു 5ാം ക്ലാസ്സിലാണ്. കഴിഞ്ഞ കൊല്ലം അപ്പൊ 4ാം ക്ലാസ്സിലാണല്ലോ. അപ്പൊ മൂത്തത് ആൺകുട്ടിയും ഇളയത് പെങ്കൊച്ചുമാണ്. അപ്പോ ഈ കഴിഞ്ഞ കൊല്ലം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഈ ഭാവിയിൽ എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ആരാവണം? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വണ്ടി നന്നാക്കുന്ന ആളാവണം, മെക്കാനിക് ആവണം. ഈ ആമ്പിള്ളേർക്ക് ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവന് വണ്ടി നന്നാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അത് ഭയങ്കര കഷ്ടപ്പെട്ട പണിയാടാ, നമുക്ക് ഭയങ്കര ചൂടും പൊടിയും കരിയോയിലൊക്കെ പറ്റും. അപ്പോൾ അവൻ എന്നോട് തിരിച്ചു പറയുക, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയാണ്, അപ്പൊ അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അപ്പയ്ക്ക് അവകാശമില്ലാന്ന്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്കാ പഠിക്കും, അന്നാ ഞാൻ പഠിക്കുന്നത്. ഇനിയിപ്പോ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് അന്നാ ബോധം വരുന്നത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ എന്താണ്. ഇത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൊച്ചു എന്നോട് പറയുവാണ് അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രണയവും ഒക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ പിന്നീട് പറയാം, നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ പറയാം. ഈ യൂത്തിന്റെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനല്ലാണ്ട് പിന്നെ ആരാ അതൊക്കെ പറയാ. അപ്പോ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രണയമൊക്കെ തോന്നിയ ഒരു വിശ്വാസി കൊച്ച്, അവൾക്ക് പ്രണയം തോന്നിയത് ഒരു അവിശ്വാസി കൊച്ചിനോടാ. അതിപ്പം അങ്ങനെ നിൽക്കട്ടെ, ആ വിഷയമൊക്കെ അതിന്റെ തെറ്റ് ശരിയൊക്കെ പിന്നെ പറയാം. പക്ഷെ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അവളുടെ പാസ്റ്റർ പറഞ്ഞു, മോളെ ഇതൊക്കെ നമുക്ക് അത്രയങ്ങ് വചനത്തിന് നമുക്കങ്ങ് യോജിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അവള് പറഞ്ഞത്രേ, പാസ്റ്ററെ അതൊക്കെ ശരിയായിരിക്കാം, ഇതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതായത് ഞാൻ ആരെ പ്രണയിക്കണം, ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതൊക്കെ എന്റെ മൗലിക അവകാശമാണെന്നൊക്കെ പറയുന്ന ജനറേഷൻ സിയും ജനറേഷൻ ആൽഫയൊക്കെ ഉണ്ട്. പിന്നെ അതും കൂടെ കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഇളയ കൊച്ച് 1ാം ക്ലാസ്സില്ല, പെൺകുട്ടിയാ, 1ാം ക്ലാസ്സില്ല. ഈ കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയാ, അപ്പ ജെസിക്കയും ആൽഫ്രഡും, അവളുടെ ക്ലാസ്മേറ്റ്സ് ആണ് 1ാം ക്ലാസ്സിലെ, ജെസിക്കയും ആൽഫ്രഡും ഇങ്ങനെയാന്ന്. അവളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഹാർട്ട് വെച്ചിട്ട് പറയാ ഇങ്ങനെയാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ? അപ്പൊ ഒരു ചെറിയ നാണത്തോട് അവള് പറയാ, അപ്പയ്ക്ക് അറിയില്ലേ ഇങ്ങനെ പറഞ്ഞ എന്താന്ന് ജെസിക്ക്. അപ്പൊ 1ാം ക്ലാസ്സിലെ പരിപാടിയൊക്കെ കുട്ടികൾ ഇപ്പൊ സെറ്റപ്പ് ആക്കി വരുന്നുണ്ട്. ഇതാണ് ജനറേഷൻ ആൽഫ. അപ്പൊ ഞാനത് തമാശയാക്കി പറഞ്ഞൊന്നുമല്ല, ഇത് നടന്ന കാര്യമാണ്. ജെൻ ആൽഫ കഴിഞ്ഞിട്ടില്ല. ഇവർ AI കുട്ടികളാണല്ലോ. ചാറ്റ് GPTയും പെർപ്ലക്സിറ്റി ഒക്കെ ഇവരുടെ സ്വന്തം വകയാ. അപ്പോ എല്ലാത്തിനും അവർക്ക് ഉത്തരങ്ങളുണ്ട്. അനന്തം അജ്ഞാതം അവർണ്ണനീയമായിട്ട് കിടക്കുവല്ലേ, വിവരവിജ്ഞാന ലോകം അങ്ങ് കിടക്കുക, തീർന്നില്ല. ഇനി ഇപ്പൊ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി ജനറേഷൻ ആൽഫ ഇല്ല കേട്ടോ, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് അതിന്റെയും വലിയ ഒരു വേർഷൻ, അഡ്വാൻസ്ഡ് വേർഷൻ. 2025 മുതൽ 2039 വരെ, 2025 തൊട്ട് 2039 വരെ ജനിക്കുന്ന കുട്ടികൾ ജനറേഷൻ ബീറ്റയാണ്. ജെൻ ബീറ്റ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് AI ആയിരിക്കും. ജെൻസിക്കാരെ കൊണ്ട് പറ്റുന്നില്ല, ജെൻ ആൽഫയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ലോകത്തേക്കാണ് ഇനി ജനറേഷൻ ബീറ്റ വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു തലമുറയെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആത്മീയ ഗോളം അവരെ കൈകാര്യം ചെയ്യുക, അവരെ മെന്റർ ചെയ്യുക എന്ന് നമുക്ക് പോലും അറിയാത്ത കാലഘട്ടത്തിലേക്ക് പോകുമ്പം, ഞാൻ ഈ കാലക്കണക്കൊക്കെ പറഞ്ഞത് നിങ്ങളെ ജനറൽ നോളജ് പഠിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു തിരിച്ചറിവ് വേണം, നമ്മുടെ തലമുറയിൽ നമ്മൾ ആരാന്നും നമ്മൾ അതിന്റെ ഏത് കാറ്റഗറിയിലെ പെട്ടുകിടക്കുന്നതെന്ന് അറിയുക മാത്രമല്ല, ഉത്തരവാദിത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് വരും തലമുറകളെ അവരെ അറിഞ്ഞു വേണം നമുക്ക് അവരെ ആത്മീകത്തിൽ നിർത്താൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പലതും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായെന്ന് വരാം. പക്ഷേ കാലം എത്ര പോയാലും തലമുറകൾ എത്ര മാറിയാലും ഇവിടെ മാറി വരുന്ന തലമുറകൾക്ക് ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ പേരുകൾ ഇട്ടാലും ഒരു കാര്യം ഉറപ്പാണ്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും യഹോവയുടെ വചനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്, നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ഒരു വലിയ ശുശ്രൂഷയുണ്ട്, ഒരു വലിയ നിയോഗമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പരിമിതികളുടെ മേലും നമ്മുടെ മേൽ നിൽക്കുന്ന ഒരു ദൈവിക വിശ്വാസമുണ്ട്, ദൈവത്തിലുള്ളൊരു ആശ്രയമുണ്ട്. ഞാൻ ഒരു വാക്യം യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് 17-ാം അധ്യായം, ഞാൻ തന്നെ അത് വായിച്ചോളാം, നിങ്ങൾ എന്നെ ഒന്ന് കേട്ടാൽ മതി. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഹൂസ് കോൺഫിഡൻസ് ഈസ് ഇൻ ഹിം. നമുക്ക് മലയാളത്തിൽ അറിയാം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ദൈവത്തിൽ വെച്ചാലുണ്ടല്ലോ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ലോകത്തിലെ മിടുക്കരൊക്കെ തോറ്റുപോകാം,
നമുക്ക് തന്നെ പറയാറില്ലേ, നമ്മളൊക്കെ പറയാറില്ലേ ഓവർ കോൺഫിഡൻസ് ഈസ് ഡേഞ്ചർ എന്ന്? അതെ, അങ്ങനെയുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിച്ചാൽ അപകടമാണ്. അങ്ങനെ അപകടത്തിൽ പെടുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാം. ആത്മവിശ്വാസം ഇല്ലെങ്കിലും അപകടം. നിങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഈ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളുകളാണോ? ഒന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഒന്ന് പയ്യെ പോണത് നല്ലതാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസവും നമുക്ക് കിട്ടിയ അറിവും അതുകൊണ്ട് ഞാൻ ഒരു മഹാസംഭവമാണ് എന്നൊരു തോന്നൽ ആർക്കെങ്കിലും വന്നാൽ അത് അപകടമാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് ഉള്ളത് നല്ലതാ. വണ്ടിക്ക് എന്തിനാ ബ്രേക്ക്? നമ്മളൊക്കെ മിക്കവരും വണ്ടി ഓടിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലേ? വണ്ടിക്ക് ക്ലച്ച് ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ക്ലച്ച് ഇല്ല, നമുക്ക് ഉപയോഗിക്കാൻ ക്ലച്ച് ഒന്നുമില്ല. അപ്പോ ഈ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്, ഏതൊക്കെ വണ്ടിയാണെങ്കിലും ബ്രേക്ക് ഉണ്ട്. വണ്ടിക്ക് എന്തിനാ ബ്രേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും പറയും വണ്ടി നിർത്താനാണെന്ന്. വണ്ടി നിർത്താൻ, അല്ലെങ്കിൽ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ. പക്ഷെ ഒന്ന് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിച്ച് നോക്കിക്കേ, ഒന്ന് ഔട്ട് ഓഫ് ബോക്സ്, ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. വണ്ടിക്ക് എന്തിനാ ബ്രേക്ക്? വണ്ടിക്ക് ബ്രേക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാനാണ്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. വണ്ടി സ്പീഡിൽ ഓടിക്കാനാ വണ്ടിക്ക് ബ്രേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാവിലെ ജോലിക്ക് പോയപ്പോൾ നിങ്ങളുടെ കാറിലോ ബൈക്കിലോ കയറിയപ്പം നിങ്ങളുടെ കാർ പോർച്ചിൽ നിന്ന് വണ്ടി അനക്കാൻ നേരത്ത് വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ വണ്ടി തൊടുവോ? അനക്കത്തില്ല അല്ലേ? നമുക്ക് ഈ സ്പീഡൊക്കെ നിയന്ത്രിക്കാനുള്ള ക്യാമറയൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടും അതിനെ ഒന്നും മൈൻഡ് ആക്കാതെ നമ്മൾ അതിവേഗം ബഹുദൂരം പോവാൻ കാരണം എന്താ? 60-ലും 70-ലും 80-ലും 90-ലും 100-ലും ഒക്കെ വണ്ടി സ്പീഡിൽ ഓടിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഉറപ്പുണ്ട് നമുക്ക് വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടെന്ന്. ബ്രേക്ക് ഇല്ലെന്നറിഞ്ഞാൽ ഒരാൾ വണ്ടി അനക്കത്ത് പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ചില നിയന്ത്രണങ്ങളും ചില ബ്രേക്കൊക്കെ ആൾക്കാരുടെ വിചാരം, തലമുറകളുടെ വിചാരം അത് അവരെ നിയന്ത്രിക്കാനാ, അവരെ കൺട്രോൾ ചെയ്യാനാ, അവരുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയാനാന്നൊക്കെ ചിന്തിക്കുന്ന തലമുറകൾ നമ്മുടെ സഭകളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അപ്പനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം പറഞ്ഞാൽ, സഭയിലെ ഉപദേശി ഒരു ഉപദേശം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീകമായിട്ട് നമ്മളെ മെന്റ് ചെയ്യുന്നവര് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചാടിക്കേറി എന്നെ നിയന്ത്രിക്കുവാണ്, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം തടയുകയാണ്, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഈ കൺട്രി പീപ്പിൾ ആണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആളുകളൊക്കെ നമ്മുടെ തലമുറകളിലും ഉണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ചില നിയന്ത്രണങ്ങൾ നമുക്ക് അതിവേഗം ബഹുദൂരം പോവാനാ. നിയന്ത്രണങ്ങൾ നമ്മളെ മുടിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൽ ആത്മീക മേഖലയിലാകട്ടെ സാമൂഹിക മേഖലയിലാകട്ടെ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകാൻ പ്രമാണമുള്ളവരല്ല. നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് നമ്മെ നിർത്തിക്കളയാനല്ല, നമ്മുടെ ജീവിതം സുസ്ഥിരമായിട്ട് ഓടി ഈ ലോകത്തിൽ വെച്ച് ഓട്ടം നിൽക്കാനുമല്ലല്ലോ. നമുക്ക് വേണ്ടി കർത്താവ് വാഗ്ദത്തം ചെയ്ത ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യമായ ജീവിതമുണ്ട്. അവിടെ എത്തുന്നത് വരെ നമ്മൾ തട്ടും മുട്ടും കൊള്ളാതെ അവിടെ എത്തേണ്ടതിന് ചില നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് നമ്മെ ഓർപ്പിക്കുമ്പം ഗൗരവത്തോടു കൂടി തന്നെ അതിനെ ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഇത് ഈ അമിതമായിട്ട് കോൺഫിഡൻസ് ഉള്ളവരുടെ കാര്യമാണ്. വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാനങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. 4 പേര് കൂടി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ PYPക്കൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല, ഏതെങ്കിലും കാര്യമൊക്കെ പറഞ്ഞാൽ അങ്ങ് ഈ സ്റ്റേജ് ഫിയർ ഉള്ളവരുണ്ട്. ഈ വേറെ ചില ആൾക്കാർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഭയങ്കര കൂടുതലാണ്. അവർക്ക് ഒരു മീറ്റിങ്ങിലോ ഒരു മാസയോഗത്തിനോ കൺവെൻഷനോ സഭായോഗത്തിനൊക്കെ ചെന്നാൽ ഈ ആരും കാണാത്ത പുറകത്ത് സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ വേറെ ചിലരുണ്ട്, അവർക്ക് എല്ലാ സൺഡേയും അവർക്ക് സ്ഥിരം ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ട്, അത് അവരുടെ ഒരു കംഫർട്ട് സോണാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര കൂളാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നമ്മളിങ്ങനെ ആരും കാണാതെ ഒതുങ്ങിയിരിക്കേണ്ട ആളുകളൊന്നും അല്ല. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഈ കോൺഫിഡൻസ് ഒട്ടും ഇല്ലാതെ ഇങ്ങ് ആങ്സൈറ്റി കയറിയവര്. ഈ 4 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പേടിയുള്ളവരുണ്ട്, അങ്ങനെയുണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ പേടിയുള്ളവര്. ഈ പണ്ടത്തെ കല്യാണ വീടൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പത്തെ കല്യാണ വീട്ടിൽ അങ്ങനെ നാട്ടിൽ കാണുന്നില്ല. ഇനി ബാംഗ്ലൂർ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. പണ്ടത്തെ കല്യാണ വീടുകളിൽ നമ്മൾ ഈ ഭക്ഷണം, അന്ന് ബൊഫെ സിസ്റ്റം ഒന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇരുത്തിയാ കൊടുക്കുന്നത്. അപ്പോ ഈ ക്യാമറ പിടിച്ചോണ്ട് വരും ഈ ക്യാമറ, എന്നിട്ട് വന്നിട്ട് നമ്മളൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അങ്ങനെയും കാണുന്നില്ല. എന്നിട്ട് അപ്പോൾ ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് ക്യാമറയായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങേരുടെ വിചാരം നമ്മൾ കഴിക്കുന്നത് പിടിക്കണം എന്നാ, നമ്മുടെ വിചാരം അങ്ങേര് പോയിട്ട് കഴിക്കണം എന്നാ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഭയങ്കര പേടിയാ, അവർ ഭക്ഷണം കഴിക്കുന്നത്, അവർ വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വിചാരം അവരെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഇല്ല കേട്ടോ, അങ്ങനെ എല്ലാവർക്കും നമ്മളെ നോക്കാൻ സമയമില്ല. നിങ്ങൾ ആദ്യം
ഈ മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ഈ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ കളയണം. എന്നിട്ട് മിടുക്കരായിട്ടുള്ള ധീരമായിട്ടുള്ള യുവാക്കളായിട്ട് നമ്മൾ അങ്ങ് മാറണം. ഈ 24x7 എപ്പോഴും നമ്മളെ തന്നെ നോക്കി നിൽക്കാൻ ആർക്കും സമയമൊന്നും ഇല്ല കേട്ടോ. ഈ ചില ആൾക്കാർക്കുണ്ട്, അവരുടെ ഷർട്ടിന്റെ ബട്ടണിന്റെ നൂല് പൊന്തിയാൽ, അവരുടെ ചുരിദാറിന്റെ ഷാളിൽ കുറച്ച് എന്തെങ്കിലും ഒന്ന് പിന്നിപ്പോയാൽ, വാച്ചിന്റെ സ്ട്രാപ്പ് കുറച്ചൊന്ന് പഴകിപ്പോയാൽ, മൊബൈലിന്റെ കവർ ഇച്ചിരി ഫെയ്ഡ് ആയാൽ, അവരുടെ ചെരുപ്പിന്റെ വള്ളി ഒന്ന് ചെറുതായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര ഒരു അസ്വസ്ഥതയാ. സഭായോഗത്തിന് വരുമ്പോൾ വാച്ച് കെട്ടാൻ മറന്നിട്ട് മൂഡ് ഓഫ് ആയിട്ടിരുന്ന ചെറുപ്പക്കാരെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു. ഞാൻ ചോദിച്ചു, ഇന്ന് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത, വാച്ച് കെട്ടാൻ മറന്നോ എന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട്, നമ്മളെയൊന്നും ഇങ്ങനെ നോക്കാൻ ആർക്കും സമയമില്ല. എന്നിട്ട് നമ്മുടെ വിചാരം ഈ ആളുകളെല്ലാം നമ്മളെ നോക്കി അങ്ങ് നടക്കുവാണെന്നാ. ഈ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ നമ്മളെ അപകർഷതാ ബോധത്തിലോട്ട് കൊണ്ടുവിടും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ കളഞ്ഞ വാക്കുകൾ, ഇൻസൾട്ടുകൾ, കളിയാക്കലുകൾ, തിരസ്കരണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ കഴിവിന് നിങ്ങൾക്ക് പരിധിയും ഉണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എത്ര പരിമിതി ഉള്ളവരാണെങ്കിലും, നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളൊക്കെ ഒത്തിരി ഉണ്ടാകാം, ലിമിറ്റേഷൻസ് ഉണ്ടാകാം. ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കി കാണാം, ഇൻസൾട്ട് ചെയ്ത് കാണാം. അങ്ങനത്തെ ഒക്കെ മുറിവുകൾ ഉണങ്ങാതെ അകത്ത് കിടപ്പുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പറയുന്നു, നീ കർത്താവിൽ ആശ്രയിച്ചാൽ നിന്റെ സകല പരിമിതികളെയും മറികടന്ന് പരിധിയില്ലാതെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി സേവിക്കുന്നത്. ഈ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്. ആ ടേം എന്തെന്നറിയാമോ? മിസ്ഡ് ടൈൽ സിൻഡ്രോം എന്നാ പറയുക. മിസ്ഡ് ടൈൽ സിൻഡ്രോം, മിസ്ഡ് ടൈൽ സിൻഡ്രോം. ഈ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടൈൽസ്, നിലത്തിടുന്ന ടൈൽ ഉണ്ടല്ലോ, നിലത്തൊക്കെ ഇടുന്ന ടൈൽസ്. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഒന്ന് വരണേ, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരണം. ഒന്ന് നിങ്ങളുടെ ഭാവനയെ കാണണം. ഒരു എംപ്റ്റി റൂം, എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ടൊന്ന് കാണണേ. ഇത് മാത്രമേ ഭാവനയെ കാണാവൂ, ബാക്കി എൻ്റെ കൂടെ വരണം. അപ്പോ ഒരു എംപ്റ്റി റൂം, ആ എംപ്റ്റി റൂമില് നിറച്ച് നല്ല വൈറ്റ് ടൈൽസ് ഇട്ടിട്ടുണ്ട്, വെള്ള ടൈൽസ് ഇട്ടിട്ടുണ്ടെന്ന് ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. ഒരു 100 ടൈൽസ് ഉണ്ടെന്ന് വിചാരിക്കും, 100 ടൈൽസ്. അപ്പം അതിനകത്ത് ഒരു ടൈല് പൊട്ടിപ്പോയി, മിസ്സായിപ്പോയി. ഒരു ടൈല് മാത്രം പൊട്ടിക്കിടക്കുക, ബാക്കി 99 പെർഫെക്റ്റ് ആണ്, ഒന്ന് മാത്രം പൊട്ടിക്കിടക്കുക. നിങ്ങൾ ആ മുറിയിലേക്ക് ആദ്യമായിട്ട് വരുമ്പം നിങ്ങളുടെ കണ്ണിൽ ആദ്യമായിട്ട് എന്തായിരിക്കും ഉടക്കുക? ഒരു ഡൗട്ടും ഇല്ല, പൊട്ടിപ്പോയ ആ ഒരു ടൈലായിരിക്കും നമ്മുടെ കണ്ണിൽ ഉടക്കുക. ബാക്കി ഒരു കുഴപ്പവും ഇല്ലാത്ത 99 കാണില്ല. ഇല്ലാത്തത് എന്താണോ അതിനെ മാത്രം നോക്കി വിഷമിക്കുക. ഇതിന്റെ പേരാണ് മിസ്ഡ് ടൈൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇങ്ങനെയാ. ദൈവം ഒരുപാട് നന്മകൾ കൊടുത്തിട്ടുണ്ട്, നല്ല ജോലി കൊടുത്തിട്ടുണ്ട്, നല്ല കുടുംബം കൊടുത്തിട്ടുണ്ട്, ജീവിത പങ്കാളിയെ കൊടുത്തിട്ടുണ്ട്, സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കൊക്കെയോ ഇല്ലാത്തതും മറ്റുള്ളവരൊക്കെ നിങ്ങളെ നോക്കി അസൂയപ്പെടുന്ന പലതും ദൈവം തന്നിട്ടും അതിനകത്തൊന്നും ഒരു നന്ദിയും അതിനകത്തൊന്നും ഒരു സന്തോഷവും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ നഷ്ടമായത്, ഇല്ലാതെയായി പോയതിനെ ഓർത്ത് മാത്രം ദുഃഖിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് മുടി കുറവാ, അവർക്ക് ഭയങ്കര, അവരുടെ ജീവിതത്തിൽ അവർ വേറെ ഒന്നും കാണത്തില്ല, അവർക്ക് എന്താണോ ഇല്ലാത്തത് അത് തന്നെ കാണും. എന്റെ വേറൊരു ഗതികേട് എന്താണെന്നറിയാമോ? ഇതിന് വേറൊരു വലിയ വിരോധാഭാസം ഉണ്ട്. ഈ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് അത് മറ്റുള്ളവർ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ ഈ മുടി കുറവുള്ള എല്ലാവർക്കും ഒന്നും സങ്കടമില്ല. എനിക്കും അങ്ങനെ അധികം മുടി ഇല്ലാന്ന് തോന്നുന്നത്, ക്യാമറയെ കണ്ടോണ്ടാ, വലിയ മുടിയൊന്നും ഇല്ല. അപ്പോ ഈ എല്ലാവർക്കും വലിയ സങ്കടമൊന്നും ഇല്ല. എന്നാലും ഉണ്ടല്ലോ, ഈ പുറത്തിറങ്ങുമ്പം ഈ പണ്ട് ഏതോ മലയാളത്തിലെ കവി പാടി, കുലു കുന്തള ശീതള പരിമള തൈലമാർന്ന കേശം. അത് ഭയങ്കര മലയാളമാണ്, നമുക്ക് പോലും മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്ക് മുടിയാണ്. മുടിയില്ലാത്തവർ നോക്കുമ്പോൾ എല്ലാവർക്കും മുടി. നിറം, ചില ആളുകൾക്ക് ഇച്ചിരി നിറം കുറവാ. അപ്പൊ ഈ നിറം കുറവാകുമ്പം അങ്ങനെ കോംപ്ലക്സ് ഉള്ളവര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഫെയർ ആണ്, ഞാൻ മാത്രം ഇങ്ങനെ ചോക്ലേറ്റ് കളറായി പോയെന്ന്. എന്നിട്ട് അവർക്ക് മറ്റുള്ളവരെയൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. ചില ആൾക്കാർക്ക് ഉയരം കുറവാ, അവരുടെ വിചാരം അവരിങ്ങനെ തക്കാളി ഉരുണ്ട് പോണ പോലെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ വിചാരം. എന്നിട്ട് അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ കാണുന്നത് എല്ലാവരും 6 അടി പൊക്കക്കാരാണ്, ഞാൻ മാത്രമേ ഇങ്ങനെയായിപ്പോയി. അല്ല, ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂനത ഉണ്ടാവാം. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ പൊക്കക്കാരനില്ലാത്ത പലതും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ചില ആൾക്കാർക്ക് അവരുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും ഒരു സന്തോഷം ഉണ്ടാവില്ല. അവര് നേരെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പം ആണ്ടെ അവിടെ നിൽക്കുന്നു വേറെ ഒരു ഭാര്യയും ഭർത്താവും, എന്ത് സെറ്റപ്പ് ആയിട്ടാ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ. എനിക്ക് ഒന്നുണ്ട് എടുത്ത് കിണറ്റിലിടാൻ തോന്നുമെന്ന് പണ്ടൊരു ഭർത്താവ് എന്നോട് പറഞ്ഞതാ. കാര്യം എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായി. ഈ നമുക്കൊക്കെ ഈ സോഷ്യൽ മീഡിയക്കാരാണല്ലോ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയും ഈ പരിപാടിയാക്കി എല്ലാവർക്കും ഉള്ളത്. അപ്പോ എല്ലാവരും ഇൻസ്റ്റ, ഈ ചില ആൾക്കാർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്.
മൂഡ് ഓഫ് ആകുമ്പം അവര് ചുമ്മാ സ്ക്രോൾ ചെയ്യുക. മൂഡ് ഓഫ് ആകുമ്പോൾ ചുമ്മാ ഇരുന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റ കയറും, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ്, അതല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക്, ഇങ്ങനെയൊക്കെയാണല്ലോ നേരം പോകുന്നത്. എന്തിനാ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മൂഡ് ഓഫ് ആവുന്നോണ്ടാ. ശരി, അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോ ജോലിയൊന്നും കിട്ടുന്നില്ല, പ്രോപ്പർ പ്രമോഷൻ ഒന്നുമില്ല, ജീവിതം ഇപ്പം ബാംഗ്ലൂർ മാത്രമേ എത്തിയുള്ളൂ, അല്ലെ കൊച്ചിയിൽ മാത്രമേ എത്തിയുള്ളൂ, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുക. അപ്പൊ ഒന്ന് മൂഡൊന്ന് ചേഞ്ച് ആവാനാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയത്. നോക്കിയപ്പം പണ്ട് ബിടെക്കിന് കൂടെ പഠിച്ച ജോസഫ് സ്വിറ്റ്സർലൻഡിലാണ്. അയ്യോ, അപ്പോ ജോസഫിന്റെ ഈ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ ജോസഫും ജോസഫിന്റെ ഭാര്യയും കൂടെ സ്വിറ്റ്സർലൻഡിലെ പുൽമേട്ടില്. ഈ ഡിപ്രഷൻ മാറാൻ വേണ്ടി ഇൻസ്റ്റ എടുത്ത് നോക്കിയത്. പക്ഷെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ബിടെക്കിൽ കൂടെ പഠിച്ച ജോസഫ് അവൻ രക്ഷപ്പെട്ടു, ഞാൻ ബാംഗ്ലൂർ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഈ ഡിപ്രഷൻ കൂടുവാണേ. പിന്നെ സ്ക്രോൾ ചെയ്യുമ്പം പിന്നെ താഴേക്ക് നോക്കിയപ്പോ ആൻഡ്രോസ്, വെറുതെ ഒരു പേരങ്ങ് പറയുക, ആൻഡ്രോസ് ഇപ്പൊ UK-ലാണ്, അതും കൂടെ പഠിച്ചത്. അത് പണ്ട് +2 കൂടെ പഠിച്ചതാ. അവളും അവളുടെ ഭർത്താവും എന്താ സന്തോഷമായിട്ട് നിൽക്കുന്ന 2 കുട്ടികളും. എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായിപ്പോയി. അവർക്കൊക്കെ എല്ലാ പിന്നെ ഇങ്ങനെ ഇൻസ്റ്റ താഴേക്ക് നോക്കുമ്പോൾ 5-6 പേരുടെ കഥ മനസ്സിലാവുന്നത് കൂടെ നമ്മുടെ കഥ തീരുവ. ഇങ്ങനെ ഡിപ്രഷൻ ബാധിച്ചിട്ട് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം പറയാം. അവരെ ഓർത്ത് ഒന്നും അസൂയപ്പെടണ്ട. നിങ്ങളും ഒരു കാര്യം ചെയ്യണം. അവരുടെയും ജീവിതമൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവരും ആകെ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തിടുക, എന്നിട്ട് അതിനെ ഒന്നുകൂടെയൊക്കെ മിനുക്കി നമുക്ക് അതിനകത്തൊക്കെ നമ്മളെ ഈ വെളുപ്പിക്കുന്ന കുറെ പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിട്ട് അവരിടുന്നതാ. അപ്പൊ നിങ്ങളും ചെയ്യേണ്ടത് നേരെ ബാംഗ്ലൂർ ചെന്നിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ട് 2 പേരും കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഒന്ന് വെളുപ്പിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളും ഇടണം. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജോസഫ് എടുത്തിട്ട് നോക്കിയിട്ട് പറയും, അവനൊക്കെ രക്ഷപ്പെട്ടു, സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും ലക്ഷം സാലറിയും നല്ല പങ്കാളിയായി, ഞാൻ എങ്ങും എത്താണ്ട് ഇവിടെ നിൽക്കുവാന്ന് അവന്റെ വിഷമം അതായിരിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഒന്നിനും വിഷമിച്ചൊന്നും പോവണ്ട. ഓരോരുത്തർക്കും അവരവരുടെ വിഷമങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നമുക്കൊരു സന്തോഷമുണ്ട്. ഇവിടെ ആരെന്ത് പറഞ്ഞാലും, ഇവിടെ ആര് ജീവിതത്തിൽ അവരെന്തൊക്കെ നിരാശപ്പെട്ടു പോയാലും, എത്ര പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റ് വന്നാലും, ദൈവമക്കളെ, യുവാക്കളെ, പതറിപ്പോകരുത്. കാര്യം ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ ആധാര വാക്കിതായിരുന്നു ഗോഡ്ഫിഡൻസ്. നിന്റെ വിശ്വാസം ദൈവത്തിലാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. ഈ കോൺഫിഡൻസും ഗോഡ്ഫിഡൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരട്ടെ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഐ ക്യാൻ, എനിക്ക് പറ്റും, അതാ കോൺഫിഡൻസ്. പക്ഷെ ഗോഡ്ഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഗോഡ് ക്യാൻ, ദൈവത്തിന് കഴിയുമെന്ന്. നമുക്ക് ഏതാ വേണ്ടത്? എനിക്ക് പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് പലർക്കും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ജീവിതത്തിലൊക്കെ സ്വപ്നത്തിന്റെ കോട്ടകൾ കെട്ടിപ്പൊക്കിയിട്ട് ജീവിതത്തിന്റെ 4 കൂടിയ കവലകളിൽ അനിശ്ചിതത്വം അനുഭവിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറൊരു കാര്യം അറിയാം. ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നിട്ടും, എല്ലാം പ്രതികൂലമായിട്ടും അനുകൂല സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിട്ട് ഐ ക്യാൻ എന്നല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞു ഗോഡ് ക്യാൻ, ദൈവത്തിന് കഴിയുമെന്ന്. അതെ, എല്ലാം പ്രതികൂലമായിട്ടും ദൈവം അവരുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു. അതാ ഗോഡ്ഫിഡൻസ്. വേറൊരു കാര്യം ഞാൻ പറയാം. ചിലർ പറയും ഐ ഹാവ് എ പ്ലാൻ. അയ്യോ, അങ്ങനല്ല. അയ്യോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. ഐ ഹാവ് എ പ്ലാൻ അല്ല, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ഉള്ളത് നല്ലതാ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു മാറ്റം വരുത്തിക്കൂടെ? ഒരു ചെറിയൊരു പരിവർത്തനം വരുത്തിക്കൂടെ? എനിക്കൊരു പ്ലാൻ ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. കർത്താവിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞുകൂടെ? ഗോഡ് ഹാസ് എ ബെറ്റർ പ്ലാൻ. ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു ബെറ്റർ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ? അതുകൊണ്ട് ഇന്ന് ഈ ആത്മീയ മീറ്റിംഗിൽ എന്നെ കേൾക്കുന്ന എല്ലാ യുവജനങ്ങളെയും ഒരു ആത്മീയ പരിവർത്തനത്തിന് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. കോൺഫിഡൻസ് വേണ്ടെന്നല്ല, അതിന്റെ മേളിൽ കോൺഫിഡൻസ് ഉള്ളവർ പരാജയപ്പെടുമ്പം ദൈവത്തിൽ നിന്റെ കോൺഫിഡൻസ് ആണെങ്കിൽ അതിനുണ്ടാക്കിയ പുതിയ വാക്കാ കോൺഫിഡൻസ്. അത് ഡിക്ഷണറിയിൽ കണ്ടോണമെന്നില്ല, അത് കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ കണ്ടോണമെന്നില്ല. പക്ഷെ ഗോഡ്ഫിഡൻസ്, ദൈവത്തിൽ ആശ്രയിച്ചവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ, എനിക്കറിയാം ഈ കർത്താവിന്റെ വചനത്തിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരുപാട് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് സഭായോഗങ്ങളിലൊക്കെ കേട്ട് പഴകിയ കുറച്ച് കഥാപാത്രങ്ങളെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഏതാ അവർ ദൈവത്തിൽ എങ്ങനെ ആശ്രയിച്ചു എന്ന്. വാക്യമൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം. ഒരുപാട് വാക്യമൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാത്ത കഥാപാത്രങ്ങളെ അല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും പരിചയമായ, അതായത് ഈ ദാവീദൊക്കെ ഇല്ലേ, നമുക്ക് ഭയങ്കര കേട്ടങ്ങ് പഴകിയ ആളുകൾ, അങ്ങനത്തെ കുറച്ച് ആളുകളെ ഞാനൊന്ന് കാണിച്ചു തരാം.
എല്ലാ ചെറുപ്പക്കാരും ഇന്ന് രാത്രി ഇതൊരു പ്രസംഗമായിട്ട് മാത്രം കേൾക്കരുത് കേട്ടോ. ജീവിതം എവിടെയെങ്കിലും വഴിമുട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കരിയറിൽ പ്രോഗ്രസ് ഇല്ലെങ്കിൽ, നീ പഠിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ജോലി കിട്ടാതിരിക്കുവാണെങ്കിൽ, നിന്റെ വിവാഹത്തിന്റെ കാര്യം നടക്കാതിരിക്കുവാണെങ്കിൽ, നിന്റെ കരിയറിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് നിനക്ക് ആശങ്കയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവനാമത്തിൽ പറയാം, നീ കർത്താവിൽ ആശ്രയിക്ക്. നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുക. ഗോഡ്ഫിഡൻസ് ഉള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളാ ദാവീദ്. ഈ ദാവീദിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുത് കേട്ടോ. നമ്മൾ എന്തോരം കാലം ഞായറാഴ്ചകളിൽ സങ്കീർത്തനത്തിൽ ദാവീദും ഗോലിയാത്തിനും കേട്ട് മടുത്തവരാ. പക്ഷെ എനിക്ക് എന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ദാവീദിന്റെ ജീവിതത്തിൽ കോൺഫിഡൻസ് കളയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അത് ഗോലിയാത്തിന്റെ വെല്ലുവിളിയായിരുന്നു. കാര്യം ദാവീദിനെ കുറിച്ച് വലിയ മതിപ്പില്ലല്ലോ ആർക്കും. അവനെ കുറിച്ച് വലിയൊരു പരിപാടിയൊന്നും ആർക്കും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഇടിച്ചു കളയാൻ നമ്മുടെ കുടുംബക്കാർക്ക് നല്ല റോളാട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം ഒരു ദർശനം തന്ന ചാടിക്കേറി ഈ ദർശനം ഇല്ലാത്തവരോട് പറയണ്ട. ഈ ദാവീദിന്റെ കഥ നമുക്കറിയാം. ചുറ്റിപ്പിട്ട് നടക്കുക പാളയത്തിൽ കൂടെ. അപ്പോഴാണ് ഈ ഗോലിയാത്തിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഈ പയ്യൻ വന്ന് ചോദിച്ചു, ആരാ ഗോലിയാത്ത് എന്നൊക്കെ. അപ്പോഴാണ് മൂത്ത ചേട്ടൻ വരുന്നത്. മൂത്ത ചേട്ടൻ അവൻ വന്നിട്ട് എന്താ പറഞ്ഞറിയാമോ? നീ ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ ഈ യുദ്ധം കാണാനൊക്കെ വന്നാണോ? അങ്ങ് ഇൻസൾട്ടിങ് ആണ്. ചില ആളുകൾക്ക് അങ്ങനെയാ. അവർ വാ തുറന്നാൽ പ്രോത്സാഹിപ്പിക്കത്തില്ല, നമ്മളെ ഇടിച്ചു താത്തിക്കളയും. ഓ പിന്നെ പുതിയ ഭാരവാഹികള്, പിന്നെ നമ്മൾ നേരത്തെ വേറെ ഭാരവാഹികൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ പുതിയൊരു പരിപാടി, ഇത്രയും കാലമൊന്നും ഇല്ലാത്ത ഒരു ഇനോഗ്രേഷനും കൗൺസിലിങ്ങിന്റെ പരിപാടി. ഓ ഇതൊക്കെ ഇപ്പൊ എത്ര നാളുണ്ടാവും ദൈവമക്കളെ? ഇങ്ങനെയൊക്കെ പല മൂത്ത ജ്യേഷ്ഠന്മാരും പലതും പറഞ്ഞെന്നിരിക്കാം. പക്ഷേ ദാവീദേ, നിന്റെ കോൺഫിഡൻസ് അല്ല, നിനക്കുള്ളത് ഗോഡ്ഫിഡൻസ് ആണ്. ഗോഡ്ഫിഡൻസ്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേന് പിന്നെ അവിടുത്തെ രാജ്യത്തിലെ രാജാവാ ശൗല് പറഞ്ഞ കഥയെ നമുക്കൊക്കെ അറിയാം. എന്റെ കുഞ്ഞെ, നിനക്കിത് വല്ലതും പറ്റുന്ന പരിപാടിയാണോ? അതും ഇടിച്ച് താത്തി കളയുക. ഗോഡ്ഫിഡൻസ് ഉള്ളവനെ അത് ബാധിക്കില്ല കേട്ടോ. നമ്മുടെ കോൺഫിഡൻസ് ആളുകൾ കളഞ്ഞാലും ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമില്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോ പിന്നെ ആരാ? ഗോലിയാത്ത്. മെയിൻ ടാർഗറ്റ്. അവൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ നായയാണോ ഇങ്ങനെ കല്ലൊക്കെ പെറുക്കി എന്റെ നേരെ വരാൻ? നോക്കിക്കേ, വീട്ടില്, സഭയില്, ജോലി സ്ഥലത്ത്, നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്ന നിയോഗങ്ങളെയും ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ഇകഴ്ത്തിക്കളയുന്ന, താഴ്ത്തിക്കളയുന്ന ആളുകളുടെ മുൻപിൽ വാക്കെല്ലാം കൂടെ കേട്ടിട്ട് അതെല്ലാം നെഗറ്റീവ് ഏറ്റെടുത്ത് നീ മൂലയ്ക്ക് ഒതുങ്ങി പോവരുത്. ഞാൻ ഒരു കാര്യം പറയാം, കോൺഫിഡൻസ് അല്ല നമുക്കുള്ളത്, നമുക്ക് ഗോഡ്ഫിഡൻസാ. ചിലപ്പോൾ ആളുകൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഈ ദാവീദിന്റെ ബയോഡാറ്റ സ്ട്രോങ് ബയോഡാറ്റയേ അല്ല. എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും അങ്ങ് വിഷമിപ്പിക്കുമ്പം ദാവീദിന് ഓർക്കാനുള്ള കാര്യം ആളുകൾ പറഞ്ഞ കാര്യമൊന്നുമല്ല, പണ്ട് ദൈവം നടത്തിയ വിധവ. നമുക്കൊക്കെ ഭാഗം അറിയാല്ലേ? കരടി വന്നപ്പം ദൈവം നടത്തിയത്, വിടിവിച്ചത്. സിംഹം വന്നപ്പോൾ അവിടെ നടന്ന പ്രവൃത്തി. ദൈവമക്കളെ, എല്ലാ ചെറുപ്പക്കാരോടും ഞാനൊരു കാര്യം പറയാം. ഓർക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികളെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് ബാംഗ്ലൂരോ കേരളത്തിലോ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എന്നെ എവിടെ ഇരുന്ന് കേൾക്കുന്നതെന്ന്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് എന്നെ കേട്ടാലും ഒരു കാര്യം ഓർത്തോ, ഗോഡ്ഫിഡൻസ് നമുക്ക് അത് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. മുമ്പിലുള്ള പ്രശ്നത്തെ നോക്കണ്ട, പണ്ട് ദൈവം നിന്നെ നടത്തിയ വിഷയങ്ങളെ കുറിച്ച് ഓർത്താൽ മതി. പഠിക്കാൻ ഫീസ് ഇല്ലാതിരുന്നപ്പോ ഫീസ് തന്നില്ലേ? ഈ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയവരുടെ ജോലി ദൈവം തന്നില്ലേ? ദൈവം ബാംഗ്ലൂർ എത്തിച്ചില്ലേ? നല്ല കമ്പനി കർത്താവ് എത്തിച്ചില്ലേ? നല്ല പങ്കാളിയെ തന്നില്ലേ? കുഞ്ഞുങ്ങളെ തന്നില്ലേ? കർത്താവ് പല പ്രതികൂലങ്ങളിലും പുതിയ വഴി തുറന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മുന്നിലുള്ള ഗോലിയാത്തിനെ കണ്ട് പേടിക്കരുത്. പണ്ട് ദൈവം നടത്തിയ വിധത്തെ ഓർത്ത് നീ സ്തോത്രം ചെയ്താൽ മതി. നിന്റെ അകത്ത് കോൺഫിഡൻസ് അല്ല, നിന്റെ അകത്ത് ഗോഡ്ഫിഡൻസ് വരും. ഞാൻ അതിൽ നിന്ന് ഒറ്റൊരു വാക്യം ഞാൻ തന്നെ അത് വായിച്ചോളാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ആ ഒരു വാക്യം ഒന്ന്, കാരണം ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആ വിഷയം ഒന്ന് ഓർപ്പിക്കാൻ. നമുക്കൊക്കെ അറിയുന്ന ഭാഗമാണ്. വലിയ തിയോളജിക്കൽ ആയിട്ടുള്ള ഡെപ്ത് ഒന്നും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഇല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഏതോ വ്യക്തിയെ അല്ലെങ്കിൽ ഏതോ കുടുംബത്തെ ഇന്ന് രാത്രി ഈ വചനം കൊണ്ട് ഉണർത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. 17-ാം അധ്യായം 1 ശമൂവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17, അത് 45 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പം ദാവീദ് അവിടെ ഉത്തരം പറയുക. ഈ കോൺഫിഡൻസ് എല്ലാവരും ഇടിച്ചു കളഞ്ഞു വിട്ടോ. വാക്കിന്റെ മുറിവ് നമുക്കുണ്ടല്ലോ, അത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. പണ്ട് ഒരാശുപത്രിയിൽ അവിടെ വിസിറ്റ് ചെയ്യുന്ന രോഗികളുടെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം
പട്ടി കടിച്ചിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നു, പട്ടിയുടെ കടിയേറ്റ്. ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര പട്ടിക്കടിയാകട്ടോ. നിങ്ങൾ ബാംഗ്ലൂർ ആയത് നന്നായി. ഇവിടെ പുറത്തിറങ്ങിയാൽ ഭയങ്കര പട്ടി, എല്ലാ ദിവസവും ഈ പേപ്പറിൽ പട്ടി കടിച്ചു എന്നുള്ളതാ. അപ്പം ഈ ആശുപത്രിയിലെ ആ റെക്കോർഡ് ഇങ്ങനെയാ: കഴിഞ്ഞ മാസം ഒരാളെ പട്ടി കടിച്ചിട്ട് കൊണ്ടുവന്നു, 1 മാസം ചികിത്സിച്ചു, ഭേദമായി തിരിച്ച് ഡിസ്ചാർജ് ചെയ്തു പോയി. നെക്സ്റ്റ് പേജ്. 2 മാസം മുമ്പ് ഒരാളെ തേള് കുത്തിയിട്ട് കൊണ്ടുവന്നു, തേള് കുത്തി. അപ്പം നില ഇത്തിരി ഗുരുതരമായിരുന്നു, പക്ഷെ ഇൻസെന്റീവ് കെയർ വേണ്ടി വന്നു, ചികിത്സിച്ചു, ഭേദമായി വീട്ടിൽ പോയി. നെക്സ്റ്റ് പേജ്. അവിടെ ഇങ്ങനെയാണ്: പാമ്പിന്റെ കടി, സ്നേക്ക് ബൈറ്റ്, പാമ്പിന്റെ കടി ഏറ്റിട്ട് ഒരാളെ കൊണ്ടുവന്നു, അതീവ ഗുരുതരമായിരുന്നു, 3 മാസം ചികിത്സിച്ചു, ഭേദമായി വീട്ടിൽ പോയി. നെക്സ്റ്റ് പേജ്. ആ പേജിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ആ പേജിൽ ഇങ്ങനെയാ: ഒരു മനുഷ്യന്റെ കടിയേറ്റ വേറൊരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നില അതീവ ഗുരുതരമാണ്, പ്രതീക്ഷയ്ക്ക് വകയില്ലാന്ന്. മനസ്സിലായോ? പാമ്പ് കടിച്ചാൽ മുറിവ് ഉണങ്ങും കേട്ടോ, തേള് കുത്തിയാലും മുറിവ് ഉണങ്ങും, പട്ടി കടിച്ചാലും വരെ നമുക്ക് അതിന് വരെ വാക്സിനേഷൻ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ വാക്കിന്റെ മുറിവ്, അത് നമുക്ക് ഒരു മനുഷ്യന്റെ കടിയേറ്റാൽ അതിനെ ഉണക്കാനുള്ള വാക്സിനേഷൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ദൈവമക്കളെ, ചെറുപ്പക്കാരെ, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആരുടെ വാക്കാ മുറിവായതെന്ന്. അത് ഒരുപക്ഷെ ശുശ്രൂഷകരുടെ വാക്കായിരിക്കാം, കൂട്ടുവിശ്വാസിയുടെ വാക്കായിരിക്കാം, മാതാപിതാക്കളുടെ വാക്കായിരിക്കാം, സഹോദരങ്ങളുടെ വാക്കായിരിക്കാം, സുഹൃത്തുക്കളുടെ വാക്കായിരിക്കാം. നോക്കിക്കേ, ഒരുപാട് വാക്കിന്റെ മുറിവ് കേട്ടിട്ട് ചെറുപ്പക്കാരനെ കാണിച്ചു തരാം. ദാവീദ് എന്ന പേര്, ജ്യേഷ്ഠന്റെ വാക്ക് അവനെ പ്രോത്സാഹിപ്പിച്ചില്ല, രാജാവിന്റെ വാക്ക് പ്രോത്സാഹിപ്പിച്ചില്ല, ഗോലിയാത്തിന്റെ വാക്കിലും പ്രോത്സാഹനം ഇല്ലായിരുന്നു. പക്ഷെ അവന്റെ അകത്ത് കോൺഫിഡൻസ് അല്ല. കോൺഫിഡൻസ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അത് പണ്ടേ പോയേനെ. കാര്യം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കാ കോൺഫിഡൻസ് ഉണ്ടാവുക? ഉള്ള കോൺഫിഡൻസും താഴെ പോയാനെ. പക്ഷെ അത് താഴെ പോകാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ടാഗ് ലൈൻ എന്തായിരുന്നു? ആ ടാഗ് ലൈൻ ഉണ്ടായിരുന്നത് റീപ്ലേസിംഗ് സെൽഫ് കോൺഫിഡൻസ് വിത്ത് കോൺഫിഡൻസ് ഇൻ ഗോഡ്. നിന്റെ ആത്മവിശ്വാസത്തെ മാത്രം കൈമുതലാക്കാതെ നീ ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു മനുഷ്യന്റെ വാക്കിനും നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ഈ ബാംഗ്ലൂർ സൗത്ത് സെന്റർ PYPIയുടെ ഭാരവാഹികളായിട്ട് ചുമതലയേറ്റവരും ഈ PYP മെമ്പേഴ്സ് ആയിട്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ദൗത്യം മുന്നിലുണ്ട് കേട്ടോ. നമ്മുടെ മേൽ കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അതിനുവേണ്ടി ഇറങ്ങുമ്പം നിരുത്സാഹത്തിന്റെ വാക്ക് കേൾക്കാം, നിരാശപ്പെടുത്തുന്ന വാക്ക് കേൾക്കാം, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലെന്നൊക്കെ പറയുമ്പം കോൺഫിഡൻസിലല്ല ആശ്രയിക്കേണ്ടത്. നീ ഗോഡ്ഫിഡൻസിലേക്ക് വാ. എന്നിട്ട് ദാവീദ് എന്താ പറഞ്ഞെന്നറിയാമോ? അതാ ഗോഡ്ഫിഡൻസിന്റെ വ്യത്യാസം. അതിന്റെ 45-ാമത്തെ വാക്ക് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മലയാളത്തിലാണ്. ബൈബിൾ കയ്യിലുള്ളവരെന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നോക്കിക്കോ. അവിടെ ദാവീദിന്റെ മറുപടി ഇങ്ങനെയാ: നീ വാളും കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഗോലിയാത്തെ, യു ഹാവ് ഗ്രേറ്റ് കോൺഫിഡൻസ്. ഗോലിയാത്തെ, നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാര്യം നിനക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, നിനക്ക് ഭയങ്കര പ്രൊഫൈൽ ഉണ്ട്, നീ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. എനിക്ക് കോൺഫിഡൻസ് അല്ല പറയാനുള്ളത്. ദാവീദ് എന്താ പറഞ്ഞെന്നറിയാമോ? ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്റെ വാക്കി പറഞ്ഞാൽ, ഗോലിയാത്തെ, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടാകാം, പക്ഷെ എനിക്കുള്ളത് കോൺഫിഡൻസ് അല്ല, എനിക്കുള്ളത് ഗോഡ്ഫിഡൻസാ, ദൈവത്തിലുള്ള വിശ്വാസമാണ്. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോ ഒന്ന് വായിച്ചു നോക്ക്. ദാവീദ് താഴേക്ക് പറയുന്ന ഓരോ വാക്കും കോൺഫിഡൻസ് അല്ല, ഗോഡ്ഫിഡൻസാ. ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയണം, യഹോവ രക്ഷിക്കുമെന്ന് അറിയണം, എല്ലാം പറയുന്നത് ഗോഡ്ഫിഡൻസാ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ പ്രൊജക്ട് മാനേജർ ആയിരിക്കാം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് HOD ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ തലപ്പത്തും ഓരോരുത്തരുണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേദനയായിട്ടോ ഭാരമായിട്ടോ നിങ്ങൾ ഭാരപ്പെടുകയോ വേദനപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, എന്നെ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്നാണോ ബോംബെ നിന്നാണോ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. ജോബ് ഭയങ്കര സ്ട്രെസ് ആണ് ഡോക്ടർ, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചപ്പം അവളുടെ പ്രൊജക്ടിന്റെ ആ ഹെഡ് അവളെ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ചില കമ്പനികളിലൊക്കെ. ഞാൻ ഇന്ന് രാത്രി പറയാം, നിന്റെ കോൺഫിഡൻസ് പലരും ഇടിച്ചു കളയാൻ നോക്കുമ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ കോൺഫിഡൻസ് മാറ്റിവെക്ക്, നീ ദൈവത്തിൽ ആശ്രയിക്ക്. നിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. നിരാശപ്പെടരുത് കേട്ടോ. സംടൈംസ് വി ഫീൽ, നമുക്ക് തോന്നും ഇത് എൻഡ് ആണെന്ന്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആൻ എൻഡ്. അത് എൻഡ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബെൻഡ്. അതൊരു ബെൻഡ് പോലെയാ. തീർന്നെന്ന് നീ വിചാരിക്കുമ്പം ചിലത് തീരുവല്ല, ദൈവം ചില വഴിത്തിരിവുകളിലേക്ക് നിന്നെ എത്തിക്കുക. കോൺഫിഡൻസിന്റെ രണ്ടാമത് ഉദാഹരണം ഞാൻ പറയാം. ബാക്കിയൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അത് ഏതാണെന്നറിയാവോ? മോശയാണ്. മോശ ഒരു കോൺഫിഡൻസും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. ഫെൽറ്റ്
എങ്ങനെയാ പറയാ, അൺക്വാളിഫൈഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ക്വാളിഫൈഡ് അല്ല. നമുക്കറിയാലോ അല്ലെ, പുറപ്പാട് പുസ്തകത്തിലെ കാര്യമൊക്കെ നമുക്കൊക്കെ ബൈഹാർട്ടാണ്. ദയവായതല്ലേ, ആത്മീയ നിയോഗം പ്രാപിച്ച നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ആത്മീയ മേഖലയിലോ ഭൗതിക മേഖലയിലോ നിങ്ങളുടെ ഭാവിപരമായ കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ എവിടെയെങ്കിലും നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ അത്തരത്തിലുള്ള അപകർഷതാ ബോധങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആ അപകർഷതാ ബോധങ്ങളെ മാറ്റിയിട്ട് കോൺഫിഡൻസിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ. മോശ എന്തെല്ലാം പറഞ്ഞു അല്ലേ? മോശയുടെ ബയോഡാറ്റ എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് മൊത്തം പറയാനുള്ളത് എനിക്ക് കഴിവില്ല, കഴിവില്ല, കഴിവില്ല. കർത്താവ് എന്തോരം പ്രാവശ്യം പറഞ്ഞു. അവസാനം മോശ പറഞ്ഞു, നമ്മൾ സാധാരണ പറയും, ബ്രദർ അടുത്ത ആഴ്ച PYPക്ക് ഒരു പാട്ട് പാടാമോ? അപ്പൊ ചാടിക്കേറി മോശയാണെങ്കിൽ പറയും, ഐ ആം നോട്ട്, എനിക്കത് എനിക്ക് പറ്റത്തില്ല, പാട്ട് പാടാൻ കഴിയും. എന്നാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റുമോ? അയ്യോ, പ്രസംഗിക്കാൻ പറ്റത്തില്ല, വിക്കുണ്ട്, തപ്പാണ്, എനിക്ക് പറ്റത്തില്ല, സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ എന്താ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല, ഞാൻ വേണേൽ PYPക്ക് സ്തോത്രാഴ്ച ഇട്ടേക്കാം. അങ്ങനെ പറയുന്ന കുറെ മോശമാരെയൊക്കെ നമുക്ക് കാണാം. അവർ സ്പോൺസർ ഒക്കെ ചെയ്യും. അവർ വിചാരിക്കുന്നത് അവർ ക്വാളിഫൈഡ് അല്ല എന്നാണ്. കമ്പനിയിലും അങ്ങനെ തന്നെയാ. അവരെ കൊണ്ട് വേറെ ഒന്നുമില്ല. നിരുപകാര പരബ്രഹ്മങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ദോഷവും ഗുണവും ഒന്നുമില്ല. ഒരു സ്ഥലത്ത് വരുന്നു, സിസ്റ്റത്തിന്റെ പുറകെ ഇരിക്കുന്നു, അറിയുന്ന പണി ചെയ്യുന്നു, പയ്യെ എഴുന്നേറ്റ് പോകുന്നു, 4 ആഴ്ച കൂടുമ്പോൾ ശമ്പളം വാങ്ങി അതിൽ പകുതി EMI അടച്ച് ബാക്കി പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ സ്വോത്രാഴ്ച ദശാംശം കൊടുത്ത് ബാക്കിയുള്ളത് വാടകയും കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ മൊത്തം വിചാരം എന്ന് പറഞ്ഞാൽ അവർ ക്വാളിഫൈഡേ അല്ല എന്നാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. മോശ പറഞ്ഞതുപോലെ നിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ, നീ ക്വാളിഫൈഡ് അല്ലെന്ന് നിന്നെ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയമെടുത്ത് പ്രാർത്ഥിക്ക്. എന്നിട്ട് ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ബാക്കി ഞാൻ വായിപ്പിക്കുന്നില്ല, പുറപ്പാട് കിടപ്പുണ്ട്. 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ കിടക്കാം. മോശ ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ എങ്ങനെ ഓവർകം ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞു, നീ വിഷമിക്കേണ്ട കുഞ്ഞെ, നിന്റെ കൂടെ ഞാൻ വരാം, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ, എന്തായാലും എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാർ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ജോലിയിലും പഠനത്തിലൊക്കെ വിവിധ മേഖലയിലായിരിക്കുന്നവരാ. ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ട് നിനക്ക് ഇതിനകത്ത് ഇനി ക്വാളിഫിക്കേഷൻ ഇല്ല എന്നും നീ ക്വാളിഫൈഡ് അല്ല എന്നും നോട്ട് എലിജിബിൾ എന്നും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവാത്മാവ് നിന്റെ കൂടെ വരാന്ന്. നീ ആ പ്രസന്റേഷനെയാണോ പേടിച്ചത്? ദൈവാത്മാവ് നിന്റെ കൂടെ വരാന്ന്, ദൈവ സാന്നിധ്യം വരാന്ന്. നീ ഇന്റർവ്യൂവിനെയാണോ പേടിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരാന്ന്. നീ ഒരു മൈഗ്രേഷന് വേണ്ടി ആഗ്രഹിച്ചിട്ട് നീ പേടിച്ച് മാറി നിൽക്കുവാണോ? കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ധൈര്യമായിട്ട് നിന്റെ ചുവടുകൾ നീ വെച്ചോ, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വരാന്ന്. നീ പുതിയ സംരംഭത്തിന് വേണ്ടി തുടക്കം വിടുവാണോ? കോൺഫിഡൻസ് ഇല്ലായ്മയാണോ? ഒരു കാര്യം ചെയ്ത് റീപ്ലേസ് യുവർ കോൺഫിഡൻസ് വിത്ത് ഏതാ? കോൺഫിഡൻസ് ഇൻ ഗോഡ്. നിന്റെ കോൺഫിഡൻസിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ദൈവത്തിൽ ആശ്രയിച്ചേ. ഇനിയെ മോശയെ നോക്കിക്കേ, ഇനിയെ മോശയെ കാണാൻ പറ്റുന്നുണ്ടോ? ലാക്ക് ഓഫ് കോൺഫിഡൻസിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാ. ലോകം കണ്ടതിൽ വെച്ചും ഏറ്റവും മികച്ച നേതാവായി പോയി. ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ജനമെല്ലാം പിറുവിറുത്തു, മോശ പിറുവിറുക്കില്ല. ജനമെല്ലാരും പറഞ്ഞ് തിരിച്ചു പോകാം, മോശ സമ്മതിച്ചില്ല. കാര്യം അവന് പണ്ട് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ദൈവം കൊടുത്തൊരു കോൺഫിഡൻസ്, അതിന്റെ പേരാ ഗോഡ്ഫിഡൻസ്. ഇന്ന് രാത്രി ബാംഗ്ലൂർ സൗത്ത് സെന്ററിലെ എല്ലാ PYP മെമ്പേഴ്സിനോടും എനിക്കിന്ന് രാത്രി പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിവില്ലാന്നോ, നിങ്ങൾക്ക് യോഗ്യതയില്ലാന്നോ, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാന്ന് നിങ്ങളുടെ ബുദ്ധിമണ്ഡലം പറയുവാണെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ കുറവുകളിൽ, എന്റെ പരിമിതികളിൽ, എന്റെ അപാകതകളിൽ, എന്റെ പരാജയങ്ങളിൽ ഞാൻ തോറ്റുപോയി പേടിക്കുമ്പം, അടുത്ത ചുവട് വെക്കാൻ കഴിയാതിരിക്കുമ്പം, കർത്താവേ ഇന്ന് രാത്രി തന്നെ എന്റെ കൂടെ അവിടുത്തെ സാന്നിധ്യം വരണേ. നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എവിടെയാണെന്ന്, യാത്ര ചെയ്യുന്ന വാഹനത്തിലായിരിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരട്ടെ. റീപ്ലേസിങ് യുവർ കോൺഫിഡൻസ്. അതിനെയൊന്നും റീപ്ലേസ് ചെയ്തിട്ട് ഇന്ന് രാത്രി ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് നീ ഒന്നും അറിയേണ്ട വരത്തില്ല. നിനക്ക് വേണ്ടി കർത്താവ് ഇടപെടും. നിന്റെ മുൻപ് ചെങ്കടൽ മാറും, നിന്റെ മുൻപിൽ എരിഹോവിന്റെ മതിലുകൾ താഴെ വീഴും, നിന്റെ മുൻപിൽ മരുഭൂമിയിൽ നിനക്ക് ദൈവം മന്ന ഒരുക്കും. നീ നടന്ന് ക്ഷീണിക്കുമ്പം ദൈവം നിനക്ക് മേഘത്തണൽ തരും. രാത്രി വഴി കാണാതിരിക്കുമ്പം അഗ്നിസ്തംഭത്തെ കർത്താവ് തരും. നീ കോൺഫിഡൻസ് ഉള്ളവനായിട്ടിരിക്കുക. ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച്. ഞങ്ങൾ ഈ സൈക്കോളജിസ്റ്റുമാര് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കാണുന്ന പേഷ്യൻസ് 2 വിഭാഗത്തിൽപ്പെട്ടവരാ. ആരാന്നറിയാമോ? ഈ മാനസിക രോഗം കുറെ എണ്ണം ഉണ്ട് കേട്ടോ.
കുറെ എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ജിത്തു ബ്രദറിന്റെ അടുത്ത് നമ്പർ ഉണ്ട്, പിന്നെ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരുന്നത്. ഈ വരുന്ന അസുഖങ്ങളിൽ കൂടുതൽ ഏതാണെന്നറിയാമോ? ആങ്സൈറ്റിയും ഡിപ്രഷനും. ഒരു ദിവസം എന്നെ ഒരു 10-15 പേര് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നാൽ അതിലൊരു 50-60% പേരും ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ളവരാ. എന്താ ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ അല്ലെ, ഭയങ്കര ഉത്കണ്ഠ. നമ്മളകത്ത് ടെൻഷൻ വരും, അഡ്രിനാലിൻ ജനറേറ്റ് ചെയ്യും, അപ്പത്തേന് പിന്നെ തല പെരുക്കുന്നു, ഹാർട്ട് പാൽപിറ്റേഷൻ ഉണ്ടാകുന്നു, സഫോക്കേഷൻ ഉണ്ടാകുന്നു, ഷിവർ ചെയ്യുന്നു, സ്വെറ്റ് ചെയ്യുന്നു, അങ്ങ് ഭയങ്കര അവസ്ഥയാണ്. ഇതിനെ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രഷൻ കേട്ടിട്ടില്ലേ? വിഷാദ രോഗം. ഈ ഡിപ്രഷൻ മോർ ഇൻ വിമൻ എന്നാ പറയുന്നത്. സ്ത്രീകളിലാണ് ഡിപ്രഷൻ അത് കൂടുതൽ വരാനുണ്ട്. അത് അവർക്ക് ശാരീരികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിലും കേട്ടിട്ടില്ലേ ഈ മൂഡ് സ്വിങ് കൂടുതലും സ്ത്രീകളിലാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്താൽ കാണാം, ഞങ്ങൾക്ക് പുരുഷന്മാർക്കൊന്നും മൂഡ് സ്വിങ് ഇല്ലേ, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ മൂഡ് സ്വിങ് ഉള്ളോ എന്നൊക്കെ ചോദിച്ചു കാണാം. ഈ ഡിപ്രഷൻ കൂടുതലും സ്ത്രീകളില്ല. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 3 വാക്കിൽ പരിചയപ്പെടുത്തി തരാം. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ഒന്നുകൂടെ പറയാം. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. പ്രതീക്ഷയില്ല, നിസ്സഹായമാണ്, എന്നെ കൊണ്ട് ഒന്നിനും ഗുണമില്ല. എന്നാ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്നാ പിന്നെ ചത്തേക്കാം. അങ്ങനെയാ ഈ ഡിപ്രഷൻ വരുന്ന ആളുകളൊക്കെ മരിച്ചു പോകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലല്ലേ? കേരളത്തിലൊക്കെ ഉണ്ട്. കൊല്ലം ജില്ലയിലാണ് കൂടുതൽ കണക്കനുസരിച്ച്. എന്താ അങ്ങനെ കൂടാൻ കാരണം? ഈ മരിക്കുന്നവർക്ക് ആർക്കും മരിക്കാൻ കൊതിയില്ല കേട്ടോ. മരിക്കാൻ അവർക്ക് ആർക്കും കൊതിയില്ല, ജീവിക്കണം എന്നാ. പിന്നെ എന്താ അവരങ്ങനെ മരിക്കാൻ കാരണം എന്ന് അറിയാമോ? ജീവിതവും മരണവും മുന്നിൽ നിൽക്കും. ജീവിതവും മരണവും മുന്നിൽ നിൽക്കും. മുന്നിൽ നിൽക്കുമ്പം മരണത്തെക്കാൾ അവരെ പേടിപ്പിക്കുന്നത് ജീവിതമാണ്. മരണത്തെക്കാൾ അവരെ പേടിപ്പിക്കുന്നത് ജീവിതമാണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഏതിനാ പേടി കുറവ്? മരിക്കാൻ. അപ്പം ജീവിക്കാനാ പേടി. നാളെ എന്താകും അറിയില്ല, അടുത്ത ആഴ്ച എന്താകും അറിയില്ല, ജീവിതം എന്താകും അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഈസി ആയിട്ട് മരണം മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയത് മരണം ആയതുകൊണ്ട് അവർ മരണം എടുക്കുക. നമുക്ക് അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇന്ന് അനേകർ ഈ മരണം വഴിയായിട്ട് സ്വന്തം ഈ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവവൈതലേ, എപ്പോഴെങ്കിലൊക്കെ എനിക്കറിയാം ആത്മീകരായ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ആത്മഹത്യാ പ്രവണതയൊക്കെ വരുന്നുണ്ട്. ദൈവത്തിലുള്ള ആശ്രയങ്ങളെ മറന്നു പോവുക, സാഹചര്യങ്ങൾ വല്ലാതെ പേടിപ്പിക്കുക. ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ദാവീദിനെ നോക്ക, ഒന്ന് മോശയെ നോക്ക. നിനക്ക് നിന്റെ കോൺഫിഡൻസ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ചോദിക്കുക, നീ തോറ്റുപോവില്ല. മോശ തോറ്റുപോയില്ല. ലോകം കണ്ട മികച്ച നേതാവായിട്ട് മോശയെ ദൈവം മാറ്റി. അടുത്തത് ഗിദെയോൻ. ഇത് നമുക്കറിയാം. ഞാൻ വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. വാക്യം വേണ്ടവരെന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോ. എല്ലാവർക്കും പറയും ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14 തൊട്ട് കിടപ്പുണ്ട്. ഈ ഗിദെയോന്റെ അടുത്ത് ദൈവത്തിന്റെ പ്രത്യക്ഷത വന്നുവല്ലോ, ദൈവദൂതൻ ചെന്നു. പറഞ്ഞപ്പം അവൻ പറഞ്ഞെന്താ അറിയാമോ? കോൺഫിഡൻസ് ഇല്ല കർത്താവേ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. എന്റെ കുലം, ഞങ്ങളുടെ ഈ ഗോത്രത്തിലൊക്കെ വെച്ച് നോക്കിയ ആ കുലം അങ്ങ് തീരെ എളിയതാ, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ കുടുംബത്തിൽ വെച്ചിട്ട് ഞാൻ ചെറുതാ, എന്ത് പറഞ്ഞാലും ഒരു മൊത്തം പറയുന്നത്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നീ ഇങ്ങനെ പറയേണ്ട ആളല്ല, നീ പരാക്രമശാലിയാ. പിന്നെ കാണുന്ന കാര്യം എന്താണെന്നറിയാമോ? ഗോഡ്ഫിഡൻസ്. അപകർഷതയുടെയും അപര്യാപ്തതയുടെയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗിൽ ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നീ രാത്രി ആ വാക്ക് മാറ്റണം, ആ ശൈലി മാറ്റണം. നിന്റെ കഴിവല്ല നിന്നെ നിയന്ത്രിക്കുന്നത്, നിന്റെ വിദ്യാഭ്യാസം അല്ല. എന്നെ ഇങ്ങനെ ഒരു ഡോക്ടർ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ അപ്പൻ ഒരു ഉപദേശിയായിരുന്നു, ഒരു പാവം പിടിച്ചൊരു ഉപദേശി. ഒരുപാട് കഷ്ടതയെ കൂടെ ഞങ്ങൾ ജീവിച്ചു വന്നവരാണ്. അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സ്കൂളിങ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കോളേജ് പഠനകാലം ഒന്നും ഒട്ടും സമൃദ്ധമല്ല. പുതിയ വേലസ്ഥലങ്ങളിൽ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു അപ്പന്റെ 3 മക്കളിൽ 3ാമത്തെ ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൽ നന്നായിട്ട് ജിത്തു ബ്രദറിന് അറിയാം, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാക്ഷ്യത്തിന്റെ ഗൗരവവും നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പ്രതികൂലങ്ങളായിരുന്നു. പഠിക്കാൻ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പലപ്പോഴും പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, നല്ല താമസങ്ങൾ കിട്ടാത്തൊരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവർ ഞങ്ങളെ കാണിച്ചെന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നിന്റെ കോൺഫിഡൻസ് കളയുന്ന പലതും ഉണ്ട്. നല്ല ഡ്രസ്സ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 4 പേര് കൂടുന്ന ഇടത്തൊക്കെ ഇറങ്ങുമ്പം
എല്ലാവർക്കും കൂടെ എല്ലാവരും ഇടുന്നത് പോലെ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകുമോ? എനിക്ക് ഓർമ്മയുണ്ട്, പ്രീ ഡിഗ്രി പഠിക്കുമ്പം ഞാൻ 1-ാം കൊല്ലവും 2-ാം കൊല്ലവും എനിക്ക് ശരിക്കും മാറിയിടാൻ 1-2 ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ അപ്പൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോ ഈ മറ്റുള്ള കുട്ടികളുടെ കൂടെ നല്ല ഡ്രസ്സ് ഇടാനുള്ള യോഗ്യത ഇല്ലാതിരിക്കുമ്പം എന്റെ കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ഇടിച്ച് തകർക്കുമായിരുന്നു. എല്ലാവരും എക്സ്കർഷനും ഈ ട്രിപ്പിനൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പോകുമ്പോൾ അതിന് പിരിവിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാതെ മാറിയിരിക്കുമ്പം അതെന്റെ കോൺഫിഡൻസിനെ ശരിക്കും ഇടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല വാഹനങ്ങളിലൊക്കെ കോളേജിലൊക്കെ വരുമ്പോൾ എത്രയോ ദൂരം നടന്ന് അന്നത്തെ കൺസെഷൻ ചാർജിന് പോലും കൊടുക്കാൻ പൈസ ഇല്ലാതെ അതുവരെ എന്നെ തിട്ടപ്പെടുത്ത് ജീവിക്കുമ്പം അതെന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് അവർക്കൊക്കെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം പിള്ളേര് കഴിക്കുമ്പം അതിന് നിവൃത്തിയില്ലാതെ മാറി നിന്നപ്പം അതും എന്റെ കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലെ മറ്റുള്ള എൻ്റെ കസിൻസ് ഒക്കെ പഠിച്ചതൊക്കെ വലിയ വലിയ നല്ല നല്ല സ്കൂളുകളിലും CBSE സ്കൂളുകളിലും ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിച്ചപ്പം എൻ്റെ അപ്പൻ അങ്ങനെ ഫീസ് തരാൻ പറ്റാത്തതുകൊണ്ട് പച്ച മലയാളം മീഡിയത്തിൽ സർക്കാർ സ്കൂളുകളിൽ, അതും വലിയ പുരോഗമനമൊന്നും ഇല്ലാതെ, ഏതൊക്കെ ഈ വയനാട്ടിലൊക്കെയാണ് പണ്ടൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയൊന്നും വികസനം എത്താത്ത സ്ഥലങ്ങളിൽ ഈ ആദിവാസി കുട്ടികളുടെ ഇടയിലൊക്കെ ഇരുന്ന് ഈ 10-ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചപ്പം അന്ന് ഇംഗ്ലീഷ് എന്താന്ന് പോലും ശരിക്കും അറിയാതിരുന്നൊരു കാലത്ത് അന്ന് ശരിക്കും എൻ്റെ കോൺഫിഡൻസിനെ, എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ പരിമിതി ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് എൻ്റെ പേരിന്റെ അപ്പുറം കുറെ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ കാണുമ്പോൾ അതൊന്നും കോൺഫിഡൻസ് തന്നല്ല കേട്ടോ. ആ കോൺഫിഡൻസ് ഇല്ലായ്മകളുടെ മേൽ എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ കാണിച്ചു തന്നൊരു ദൈവത്തെ എനിക്കറിയാമായിരുന്നു. ആ ദൈവം തന്ന വാഗ്ദത്തത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എല്ലാ യുവാക്കളോടും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കുറെ കാര്യമില്ലേ? നിന്റെ കോൺഫിഡൻസിന് ഇല്ലായ്മ എന്താ? സൗന്ദര്യമാണോ? ആരോഗ്യമാണോ? നിനക്ക് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടാണോ? നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ? നിന്റെ സാമ്പത്തിക പരിമിതികളാണോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ? എന്താ കോൺഫിഡൻസ് കളയുന്നത്? എന്തുമാകട്ടെ, അതിനെ മാറ്റിവെച്ച് റീപ്ലേസ് യുവർ കോൺഫിഡൻസ് വിത്ത് കോൺഫിഡൻസ് ഇൻ ഗോഡ്. ദൈവത്തിലേക്ക് വാ. ആ കർത്താവ് എന്നെ മാനിച്ചു. ഞങ്ങളെ 3 മക്കളും ദൈവം മാനിച്ചു. ഞാനിന്ന് ഇവിടെ എറണാകുളത്ത് ഞാൻ എൻ്റെ പദവികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് പുകഴാനൊന്നുമില്ല. ദൈവം നടത്തിയ വിധങ്ങളാ. ആർക്കെങ്കിലും ഒരു പ്രചോദനം വാങ്ങണമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ BA ഇംഗ്ലീഷ് എടുത്തു, ഞാൻ MA ഇംഗ്ലീഷ് എടുത്തു. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊരു കോൺഫിഡൻസ് ഒരു കുറവുണ്ടായിരുന്നു. കാര്യം മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് എൻ്റെ ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ ഞാൻ ആംഗലേയ ഭാഷയിൽ തന്നെ കൈകാര്യം ചെയ്യുമ്പം അത് കോൺഫിഡൻസിന്റെ കൂടുതലായിരുന്നില്ല, അത് ഗോഡ്ഫിഡൻസ് ആയിരുന്നു. ദൈവം അതിനെ പ്രാപ്തനാക്കി മാറ്റിയതാ. അതിനുശേഷം ഞാൻ MSc സൈക്കോളജി എടുക്കുന്നു, ഞാൻ പിന്നെ MPhil സൈക്കോളജി എടുത്തു, ഞാൻ PhD സൈക്കോളജി എടുത്തു. ഇന്ന് കേരളത്തിൽ അനേക സൈക്കോളജിസ്റ്റുമാർക്ക് ഞാൻ ഒത്തിരി വർക്ക്ഷോപ്പുകളും ട്രെയിനിങ് പ്രോഗ്രാംസും നടത്തുമ്പം അത് കോൺഫിഡൻസിന്റെ കൂടുതൽ കൊണ്ടൊന്നും ആയിരുന്നില്ല, അത് ദൈവത്തിന്റെ നീതിയായിരുന്നു. എൻ്റെ വൈഫ് ഒരു ഓഡിയോളജിസ്റ്റ് ആണ്, ഇവിടെ എറണാകുളത്ത് സ്വന്തം സ്ഥാപനം നടത്തുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഒരു കാര്യം പറയാം. ഏതെങ്കിലും പരിമിതിയിൽ ഇന്ന് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതം തീർന്നു പോയിട്ടില്ല കേട്ടോ. നീ ദൈവനാമത്തിന് വേണ്ടി നിന്നാ മതി. എൻ്റെ അനിയനും കുടുംബവും ഇവിടെ എറണാകുളത്തുണ്ട്, എൻ്റെ പെങ്ങളും കുടുംബം അവർ ദോഹയിലാണ്. ഞങ്ങൾക്ക് എല്ലാം വിദ്യാഭ്യാസം തന്നു, സാഹചര്യങ്ങളൊക്കെ ദൈവം തന്നു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഒരുപക്ഷെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം കേട്ടോ. ജീവിതത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഫിഡൻസിന് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന എന്നെ പോലെ ആരെങ്കിലൊക്കെ ഈ പ്രായത്തിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലൊക്കെ ഒരു പക്ഷെ ഉണ്ടാവാം. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഏത് പരിമിതിയിലാണെങ്കിലും ഗിദെയോനെ പോലെ ഞാനും പണ്ട് പറഞ്ഞതാ, എളിയതാ, ചെറിയതാ കുടുംബത്തിലൊക്കെ, പക്ഷെ കോൺഫിഡൻസിനെ മാറ്റാൻ ദൈവം ഗിദെയോനെ പരാക്രമശാലിയാക്കി മാറ്റിയില്ലേ. ഇന്ന് രാത്രി ഞാൻ ഒരു പ്രവചനാത്മാവിൽ പറയാം, നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ മാറ്റി വശി ആ പ്രൊജക്റ്റ്, നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ ആ വശത്തേക്ക് തന്നെ പോയിട്ടില്ലല്ലോ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഈ ആഗ്രഹത്തെ, നിന്റെ താല്പര്യത്തെ നിന്റെ കഴിവ് കൊണ്ട് നേടാൻ കഴിയാതെ വരുമ്പം ദൈവത്തിന്റെ ഒരു നിയോഗം നിന്റെ മേൽ വന്നാൽ നിന്നെ കൊണ്ടത് സാധിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ആത്മനിയോഗത്തിൽ നിന്ന് എടുക്കണം. ഒരു ദൂത് കൂടെ പറയാം, സമയം നമുക്ക് അതിവേഗം അതിക്രമിച്ചു പോകുന്നുണ്ട്. പ്രസംഗിക്കുന്ന ആൾക്ക് ആവേശവും കേൾക്കുന്നവർക്ക് പരവേശവും ആവാൻ സാധ്യതയുണ്ട്. അതാണ്, അങ്ങനെയാണല്ലോ. അപ്പോ എന്നാലും നമുക്ക് 8:40 ഞാൻ കണക്കാക്കി വെച്ചത് ഒരു 8:45, അതായത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഞാനങ്ങ് നിർത്താവേ. പിന്നീട് ഒരിക്കൽ നമുക്ക് ഇതുപോലെയൊക്കെ കൂടാം. സൂമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കൂടാം. ഒരാളെയും കൂടെ 2 പേരെയും കൂടി ഒന്ന് വേഗത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം. വേറൊരാളെ കാണിച്ചു തരാം. എല്ലാവർക്കും പരിചയമുള്ള ആളാ ഏലിയാവ്.
ഏലിയാവിനെ കുറിച്ച് അറിയാത്ത ഏത് ബന്ധക്കോസുകാരനാ ഉള്ളത്? കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നെന്നാലും സാരാഫാത്ത് ഒരുക്കി ഏലിയാവെ പോറ്റിയ എന്തോരം പാട്ട് നമ്മൾ പാടുന്നുണ്ട്. എന്താ കോൺഫിഡൻസ് എന്നറിയാമോ? കോൺഫിഡൻസ് അല്ല, ഗോഡ്ഫിഡൻസ്. കർത്താവ് പറഞ്ഞു പോവാൻ, അങ്ങനെയാ വാക്യത്തിലുള്ളത്. പുള്ളി പോവുക. എന്താ? കോൺഫിഡൻസ് അല്ലത്, ഗോഡ്ഫിഡൻസാ. പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം പുലർത്തിക്കൊള്ളൂ എന്ന്. കാക്കയുടെ വരവ് നിന്നു. കോൺഫിഡൻസുകാരനായിരുന്നെങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോയിട്ട് അവൻ കത്തെഴുതി തൂങ്ങിച്ചത്തേനെ. ഈ എത്രയോ കോൺഫിഡൻസുകാരാ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷെ ഈ കോൺഫിഡൻസ് ഉള്ളവൻ തോറ്റു പോവില്ല. അവിടെ ആ സോഴ്സ് അറിഞ്ഞപ്പോൾ അവൻ അറിയാം കോൺഫിഡൻസ് ആണല്ലോ. അല്ലാതെ പുതിയൊരു ജോബ് കിട്ടിയപ്പോഴത്തേനും കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസാ. ആ പ്രൊജക്ട് തീർന്നെന്ന് ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ആ കമ്പനിയിൽ നിന്ന് നിനക്കിനി പുതിയ വേറെ അസൈൻമെന്റ് ഒന്നും ഇല്ലെന്ന് ഓർത്തിട്ടും വിഷമിക്കണ്ട. ജോലി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ജോലി കിട്ടിയില്ലേ, വിഷമിക്കണ്ട. കോൺഫിഡൻസ് ഉള്ളവരായിട്ടിരിക്കുക. കർത്താവ് പ്രവർത്തിക്കും. വിവാഹപ്രായമായിട്ട് നല്ല പങ്കാളിയെ കിട്ടിയില്ലേ, തിരക്ക് പിടിക്കരുത് കേട്ടോ. നമ്മൾ ചാടിക്കേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവണ്ട. നീ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാ മതി. ദൈവം മാനിക്കും. കർത്താവ് നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കും. ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസികളുടെ ഇടയിലൊക്കെ ഈ പ്രണയവും കാര്യങ്ങളൊക്കെ, നിങ്ങൾ പ്രണയിക്കുവോ നിങ്ങൾ പ്രണയിക്കാതിരിക്കുവോ ഒക്കെ ചെയ്തോ, പക്ഷെ എനിക്കൊരു കാര്യം, വിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഇത്രയേ ഉള്ളൂ കാര്യം. എങ്ങനെയാ അപ്പോസ്തലൻ പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയാ താന്താന്റെ പാത്രത്തെ നേരട്ടെ എന്ന് എങ്ങനെയാ പറഞ്ഞത്? ബാക്കി എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ അറിയാം അല്ലേ? നിങ്ങൾ കാമവികാരത്തിലല്ല, വിശുദ്ധിയിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാ പറഞ്ഞത്. ഈ പ്രണയമൊക്കെ ആദ്യം വരുമ്പോൾ ഏത് വികാരമാ വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോ വിശുദ്ധിയും മാനവും ഒക്കെ നിങ്ങളുടെ അഫയേഴ്സിലൊക്കെ ഉണ്ടെങ്കിൽ then you can. അതല്ല, വിശുദ്ധിക്ക് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ അത് ദൈവമക്കളെ നമുക്ക് ഉചിതമല്ല. അത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു കൺട്രി പാസ്റ്ററാക്കി എന്നെ മാറ്റിയിട്ട് കാര്യവുമില്ല. വചനം കൃത്യമായിട്ട് പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. കാര്യം കാലഘട്ടം അങ്ങനെ വല്ലാണ്ട് അങ്ങ് പോയിട്ടുണ്ട്. ഈ പണ്ടത്തെ പ്രണയം പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ പ്രണയം. അതൊക്കെ അറിയാലോ അല്ലേ? ഈ പണ്ടും ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെ കേൾക്കുന്നുണ്ടല്ലോ. കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡൊക്കെ ഉണ്ട്. അത് പിന്നെ അവർക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഈ എല്ലാ ക്യാമ്പസുകളിലും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ കാണാം പ്രണയങ്ങളുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള പ്രണയമുണ്ട്. ഇതൊക്കെ എല്ലാം സൂക്ഷിക്കണം കേട്ടോ. ഈ വിശ്വാസികളുടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ എന്നെ കാണാൻ വരുന്ന, കൗൺസിലിങ്ങിന് വരുന്ന, ഈ കപ്പിൾ തെറാപ്പിക്ക് വരുന്ന പകുതി ആളുകൾക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയറാണ്. ഭയങ്കര പ്രശ്നമാണ് അത്. നിസ്സാരമായിട്ട് ദൈവസഭകളെയും ഗ്രസിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, കംപ്ലീറ്റും ഉണ്ട് ഫിനിഷും ഉണ്ട്. കംപ്ലീറ്റും ഉണ്ട് ഫിനിഷും ഉണ്ട്. എന്താ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം എന്താ? പൂർണ്ണത, പൂർണ്ണത, പൂർണ്ണത. ഫിനിഷ് എന്ന് പറഞ്ഞാലോ നിങ്ങൾക്കറിയാം, തീർന്നു. ഇനി അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുതരാം. നിങ്ങളുടെ ദാമ്പത്യം പങ്കാളിയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുതരാം. ഈ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ ആഗ്രഹിച്ച ആ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ആ പങ്കാളിയുടെ ഒപ്പമാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയി. എനിക്കറിയാം അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നില്ല എന്ന്. പക്ഷേ അടുത്തൊരു വാക്കുണ്ട്, ഫിനിഷ്. എന്താ ഫിനിഷ്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫിനിഷ്ഡ് എന്ന് പറയാറില്ലേ? അത് വേറൊന്നുമല്ല, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ആ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനും രാജകുമാരിയുമായിട്ടൊക്കെ ജീവിക്കാന്നൊക്കെ വിചാരിച്ച് കല്യാണമൊക്കെ കഴിച്ച് 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ചേരുന്ന കക്ഷിയല്ല എന്ന്. ഒരുപാട് പൊരുത്തക്കേടുകളാ. അപ്പോൾ പിന്നെ അവരുടെ ജീവിതം ഫിനിഷ്ഡായി മാറും. പിന്നെ ഇംഗ്ലീഷിൽ വേറൊരു ഫ്രേസ് ഉണ്ട്, അതാ കഷ്ടം, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. അത് കേട്ടിട്ടുണ്ടോ? കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആവുക. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജീവിതം കംപ്ലീറ്റ് ആകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഫിനിഷ് അന്ന് മനസ്സിലായത്. അങ്ങനെ പെട്ടുപോയല്ലോ. പങ്കാളിയിൽ നിന്ന്, ഭർത്താവിൽ നിന്നും, ഭാര്യയിൽ നിന്ന് സ്നേഹമൊന്നുമില്ല. അങ്ങനെ പുറത്ത് ഓഫീസിൽ പോയപ്പോഴാണോ, IT കമ്പനിയിൽ വെച്ചിട്ടാണോ, എവിടെയോ, അല്ലെങ്കിൽ PYPയുടെ യൂത്ത് ക്യാമ്പിനാണോ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയപ്പോഴാണോ നമുക്ക് പറ്റിയ ഒരാളെ കണ്ടു, മിണ്ടി, പറഞ്ഞപ്പം നല്ല ചേർച്ച. അപ്പത്തേനും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായെന്ന് ഓർത്തൊന്നുമില്ല. കണ്ടു മിണ്ടിയപ്പോൾ ഭയങ്കര ചേർച്ച. അപ്പൊ പറയുവാണേ, നമ്മൾ തമ്മിലാണെങ്കിൽ എന്തൊരു സെറ്റായിരുന്നല്ലേ. പക്ഷെ ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എറിയാൻ അറിയുന്നവന്റെ കല്ല് കൊടുക്കത്തില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരുമിച്ച്. പിന്നെ ഈ ചിലരുണ്ട്, ഈ വലിയ വിശുദ്ധരായിട്ടുള്ളവര് വേറൊരു പ്രയോഗം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടാൻ ഇടയായത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പരിപാടി, പിന്നെ എല്ലാം ദൈവത്തിന്റെ മേളില. കർത്താവായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുമുട്ടാൻ ഇടയായെന്ന്. ഇങ്ങനെ പറഞ്ഞ് കുറച്ചു കാലം മുന്നോട്ട് പോകും കൊട്ടും ആ ബന്ധം കൊണ്ട്. അങ്ങനെ കുറച്ചു കാലം പോകുമ്പം ഈ വേലിക്ക് പുറത്ത് ഇതിങ്ങനെ വളരുവാണല്ലോ, വേലിപ്പുറത്താണല്ലോ വളരുന്നത്.
അങ്ങനെ വരുമ്പം ജീവിതത്തിലെ ഒറിജിനൽ പങ്കാളി ഇത് കണ്ടുപിടിക്കും. അപ്പോഴാണ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയി പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇതൊക്കെ ഞാനല്ലാണ്ട് പിന്നെ ആരാ പറഞ്ഞു തരിക? ഇതൊക്കെ പറയണമെന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈവസഭയിലെ യുവാക്കൾ അറിയേണ്ടതായിട്ടുമുണ്ട്. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, മാരിറ്റൽ ലൈഫ് ഈസ് സൈക്കോളജിക്കൽ എന്നാ പറയുക. മാരിറ്റൽ ലൈഫ് ഈസ് സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞവരൊക്കെ തന്നെ കേട്ടോണേ, ഇനി കഴിക്കാൻ പോകുന്നവരും കൂടെ കേട്ടോ. എനിക്ക് ഈ ബാംഗ്ലൂർ IPC PYPA മെമ്പേഴ്സിനോട് ഒരു സജഷനും കൂടെ ഉണ്ട്. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് ചെറിയ ഒരു പോരായ്മ, ഞാനും IPCയിലെ പാസ്റ്ററാണ്, നമുക്ക് ചെറിയൊരു പോരായ്മയുണ്ട്. നമുക്ക് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. നമ്മൾ ഈ ചെറുക്കനും പെണ്ണിനും എപ്പോഴാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് അറിയാമോ? കല്യാണത്തിന് അന്ന് ഇരുത്തിയിട്ട പരിപാടി മൊത്തം. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ ഭാഗത്ത് ഒരു പാസ്റ്റർ വരും, അദ്ദേഹം ഒരു 15 മിനിറ്റ്, അന്നാണ് ആദ്യമായിട്ട് ഇവരെ ആ സ്റ്റേജിൽ പിടിച്ചിരുത്തിയിട്ട് എങ്ങനെ ജീവിക്കണം, ഭർത്താവ് ആരാ, ഭാര്യ ആരാ. പിന്നെ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് പാസ്റ്റർക്ക് ഒരു 15 മിനിറ്റ് കൊടുക്കും. പിന്നെ ശുശ്രൂഷ നടത്തുന്ന മുഖ്യ കാർമ്മികം നടത്തുന്ന അന്ന് ആ കൗൺസിലിംഗ് ആകെ കൊടുക്കുന്നത്. അത് അന്ന് പറഞ്ഞാൽ വല്ലതും തിരിയുവോ? ക്യാമറക്കാരുടെ ഫ്ലാഷും ബിരിയാണിയുടെ മണവും നാട്ടുകാരുടെ നോട്ടവും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഈ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. പക്ഷെ അതിനൊക്കെ മുൻപ് നമുക്ക് ഇവിടെ എറണാകുളത്തും തിരുവല്ലയിലും ഒക്കെ ചില PYP, ഇത് എന്നെ വിളിച്ച് എനിക്ക് പ്രോഗ്രാം തരാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, എന്നെ വിളിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള നാട്ടിലുള്ള PYPയെ പല ചർച്ചകാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? കുടുംബ ബന്ധങ്ങൾ തകരുക. നിങ്ങൾക്ക് അവിടെ മനോരമ പേപ്പർ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ മലയാള മനോരമ പേപ്പർ കഴിഞ്ഞ മാസത്തിൽ 1ാമത്തെ പേജില്, കഴിഞ്ഞ മാസത്തെ ഒരു പേപ്പറിൽ കേരളത്തിൽ ഒരു കൊല്ലം രജിസ്റ്റർ ചെയ്യുന്ന വിവാഹം 1,08,000. അതിനകത്ത് വിവാഹമോചനം എത്രയെന്ന് അറിയാമോ? 30,000. കഴിഞ്ഞ ഒരു കൊല്ലം 30,000 കേസാണ് വന്നത്. കല്യാണം നടന്നത് എത്രയാ? 1,08,000. വിവാഹമോചനം എത്രയാ? 30,000. അപ്പൊ ശതമാനം എത്രയായി? 30%. അതാണ് കണക്ക്. അങ്ങനെ വിവാഹമോചനങ്ങൾ വരുന്നൊരു കാലഘട്ടമാ. സൂക്ഷിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാരിറ്റൽ ലൈഫ് ഈസ് സൈക്കോളജിക്കൽ. ഈ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിന്റെ ആ വേർഡ് നമുക്ക് രണ്ടാക്കാം. ഒന്ന് ആക്കി നോക്കിക്കേ. സൈക്കോ പ്ലസ് ലോജിക്കൽ, അതാണ് സൈക്കോളജിക്കൽ. അതായത് പങ്കാളിയിൽ ഒരാൾ സൈക്കോ ആയിരിക്കും, ഒരാൾ ലോജിക്കൽ ആയിരിക്കും. ഒന്ന് കണ്ടുപിടിച്ച് നോക്കി ആരാ. ബട്ട് ഡോണ്ട് ട്രൈ ടു ഫിഗർ ഔട്ട് ഹൂ ഈസ് ഹൂ. ഇപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഒരാൾ സൈക്കോ ആകുമ്പം അടുത്തയാൾ ലോജിക്കൽ ആവുന്ന കൊണ്ട് നമ്മളൊക്കെ പിടിച്ചു നിന്ന്. ഞാൻ എന്നെ പറയാം, നിങ്ങളെ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ എന്നെ പറയാം. ഞാൻ സൈക്കോ ആയാൽ എന്റെ ഭാര്യ ലോജിക്കൽ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ 12 കൊല്ലമായിട്ട് ജീവിച്ചു പോയത്. ഞാൻ സൈക്കോ ആകുമ്പോൾ അവളും കൂടെ സൈക്കോ ആയ സ്ഥിതി എന്തായി മാറിയേനെ? അപ്പം ഈ സൈക്കോയും കൂടി കൂടിയ പ്രശ്നമാട്ടോ. അവരാണ് വലിയ പ്രശ്നത്തിൽ പോകുന്നത്. ഈ ലോജിക്കലും കൂടിയ പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈ ശരിയും കൂടുമ്പോഴാണോ പ്രശ്നം? ശരിയും തെറ്റും കൂടുമ്പോഴാണോ പ്രശ്നം? വെറുതെ ആലോചിച്ച് നോക്കിക്കോ. ശരിയും തെറ്റും കൂടുമ്പോഴല്ല പ്രശ്നം, ശരിയും കൂടുമ്പോഴേ പ്രശ്നം. അതെന്താ? ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ പറയുന്നു, എന്റെ ഭാര്യ പറയുന്നു അവള് പറഞ്ഞതാ ശരിയെന്ന്. അവിടെ അടിയായില്ലേ? നേരെ തിരിച്ച് അതിനകത്ത് ഒരാൾ അയാം സോറി പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അതുകൊണ്ട് ഈ സൈക്കോളജിക്കൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പം ഒരു കാര്യം പറയാം. കുടുംബമാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും നിങ്ങളുടെ ജോലിയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളത്. കർത്താവിലേക്ക് അടുത്താലേ നമുക്ക് വിജയിച്ചു പോകാൻ പറ്റൂ. ഏലിയാവിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ദൈവം നടത്തിയൊരു മനുഷ്യൻ, എന്തൊരു കോൺഫിഡൻസ് ആ മനുഷ്യന്. എല്ലാവർക്കും അറിയാം അല്ലേ? ദൈവത്തിന്റെ പ്രവൃത്തിയുടെ എല്ലാ തലങ്ങളും കണ്ടൊരു മനുഷ്യനാ. ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ എന്ന് ഞാൻ വാക്യം വായിക്കേണ്ട കാര്യം നമുക്കില്ല. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. അവിടെ ഒരാൾ പറയുന്നുണ്ട്, നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. എന്റെ ഇഷ്ടം അല്ല പിതാവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാ. എന്താ പറഞ്ഞറിയാമോ? കോൺഫിഡൻസ് അല്ല, ക്രൂശ് മുന്നിലുണ്ടായിരുന്നു. ആ വലിയ അതിവേദനയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പം പറഞ്ഞു, പറ്റുമെങ്കിൽ ഈ പാന മാത്രം നീക്കണേ. എന്നിട്ട് എന്റെ കോൺഫിഡൻസിന് വേണ്ടിയല്ല, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. ഇന്ന് രാത്രി ദൈവമക്കളെ, പ്രതികൂലങ്ങൾ വരാൻ കേട്ടോ, വേദനയുടെയും നിന്നയുടെയും കുരിശ് നമ്മുടെ മുൻപിൽ വരാം. പക്ഷേ നീ പിതാവിങ്കൽ നിന്റെ ആശ്രയത്തെ നീ ഏൽപ്പിച്ചാൽ, ദൈവത്തിങ്കൽ സമർപ്പിച്ചാൽ, കൂടി വന്നാൽ 3 ദിവസം അതിനപ്പുറത്തേക്ക് ഒതുക്കി വെക്കാൻ ഇവിടത്തെ ഒരു കല്ലിനും ഒരു ശവക്കോട്ടയ്ക്കും ഒരു മുദ്രയ്ക്കും കഴിയത്തില്ല. നീ കോൺഫിഡൻസുകാരനായിരിക്കണ്ട, ചിലപ്പോൾ തോറ്റുപോകാം. പക്ഷെ നീ കോൺഫിഡൻസുകാരനായിട്ടിരുന്നാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, അതുകൊണ്ടാ തുടക്കത്തിലെ വാക്ക് ഞാൻ പറഞ്ഞത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അതിന്റെ ഇംഗ്ലീഷിലുള്ള വാക്യം ഞാനൊന്ന് എടുത്തിട്ട് ഞാനൊന്ന് വായിക്കാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഹൂസ് കോൺഫിഡൻസ് ഈസ് ഇൻ ഹിം. ദൈവത്തിൽ കോൺഫിഡൻസ് വെച്ചവൻ. റീപ്ലേസ് യുവർ കോൺഫിഡൻസ്. നമുക്കിത് രാത്രി നമുക്ക് പറയാം, കർത്താവേ എന്റെ ഇഷ്ടം പോലെ അല്ല, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആരെങ്കിലും നിരാശപ്പെട്ട് വേദനപ്പെട്ട് സങ്കടപ്പെട്ട് ഇന്നൊരു കേവലം ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലെ വന്ന് ചിലപ്പോൾ അങ്ങനെ ചുമ്മാ വന്നിരുന്നതായിരിക്കാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടോ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് ബാധകമാകണമെന്നൊന്നുമില്ല. ശുശ്രൂഷയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ പഠനത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ ആ പരിമിതികളുടെ മീതെ എങ്ങനെയാ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. തോറ്റുപോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളിലും വിജയങ്ങൾ നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ലോകത്ത് ദൈവം നിങ്ങളാക്കിയ എല്ലാ മേഖലകളിലും ദൈവമക്കൾ മികച്ചവരായിട്ട് വരട്ടെ. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ മികച്ചവരാകട്ടെ. നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ ബെസ്റ്റ് സ്റ്റുഡന്റ് ആകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല മെമ്പർ ആകട്ടെ. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ഏറ്റവും അഭിഷേകമുള്ള ഒരു തലമുറയായിട്ട് മാറട്ടെ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നല്ല പൗരന്മാരായിട്ട് മാറാം. അത് മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തം നഷ്ടപ്പെടുത്തി കളയാതെ ഏതു നേരത്തും കർത്താവിന്റെ വരവാണെങ്കിൽ എടുക്കപ്പെടാൻ വിളക്കിൽ എണ്ണയുള്ളവരായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ മേലെ ദൈവനിയോഗം പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവിന്റെ ദാസൻ എന്ന രീതിയിൽ ഞാൻ പ്രാപിച്ച അഭിഷേകത്തിൽ ലഭിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്കും നേർന്നുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ബാംഗ്ലൂർ സൗത്ത് PYPA സെന്ററിലെ PYP മെമ്പേഴ്സിനോടല്ല എല്ലാം നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.